നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് മോർണിംഗ് വൈബ്സ് തുടങ്ങുകയാണ്. 17 വർഷത്തിന് ശേഷം ഇന്ത്യ 2020 ലോകകപ്പ് കിരീടം നേടിയ രാത്രിയാണ് കടന്നുപോയത്. ബാർബഡോസിലെ കെൻസിംഗ്ടൺ ഓവലിൽ ദക്ഷിണാഫ്രിക്കയെ തകർത്തത് 7 വിക്കറ്റിനാണ്. ഇന്ത്യ അത്രയേറെ മോഹിച്ച കപ്പ് രോഹിത് ശർമ്മ ഉയർത്തിയപ്പോൾ ലക്ഷക്കണക്കിന് ആരാധകരുടെ മനസ്സും നിറഞ്ഞു. ബാറ്റിംഗിൽ വിരാട് കോഹ്ലിയും അക്സർ പട്ടേലും തിളങ്ങിയപ്പോൾ തകർപ്പൻ ബൗളിംഗുമായി പാണ്ഡ്യയും ബുംറയും തിളങ്ങി. എനിക്കൊപ്പം ഇന്ന് മോർണിംഗ് വൈബ്സിൽ സ്പോർട്സ് ഡെസ്കിൽ നിന്നും എൽദോ പോൾ പുതുശ്ശേരി കൂടി ചേരുന്നുണ്ട്. എൽദോ, വലിയ സന്തോഷമുള്ള ഒരു രാത്രിയാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ അത്രയേറെ ആഗ്രഹിച്ച ഒരു കപ്പ് അത് നമ്മളിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം ആവേശത്തിലായിരുന്നു. പ്രത്യേകിച്ച് ഇന്നലത്തെ കളിയുടെ കാര്യം പറയുമ്പോൾ അവസാന ബൗൾ വരെയും ഉദ്വേഗം നിറഞ്ഞ ഒരു കളിയായിരുന്നു. എന്തായിരുന്നു ആവേശം? കളി എങ്ങനെ കാണുന്നു? അശ്വതി, ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം 17 വർഷത്തെ, നേരത്തെ അശ്വതി സൂചിപ്പിച്ചല്ലേ, 17 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ വീണ്ടും ഒരു 2020 ലോക കിരീടം ഇന്ത്യയിലേക്ക് എത്തി എന്നുള്ളതാണ്. അത് ബാർബഡോസിലാണ്, കെൻസിംഗ്ടൺ ഓവൽ സ്റ്റേഡിയത്തിൽ അത്ര മനോഹരമായിട്ടുള്ള ഒരു ജയം ഇന്ത്യ സ്വന്തമാക്കിയപ്പോൾ ഒരു ഘട്ടത്തിൽ ഇന്ത്യ തോൽവി ഉറപ്പിച്ച ഒരു സമയമുണ്ട്. അതായത് ഏതാണ്ട് 30 പന്തിൽ 30 റൺസ് മാത്രം മതി ദക്ഷിണാഫ്രിക്കയ്ക്ക് എന്നുള്ള ഒരു സമയം. അതിൽ നിന്നാണ് ഇന്ത്യ ഈ 7 റൺസിന്റെ അത്യുഗ്രൻ ജയം പിടിച്ചെടുക്കുന്നത്. അത് ഇന്ത്യൻ ബോളർമാർക്ക് നൽകണം മുഴുവൻ ക്രെഡിറ്റ്. ഹർഷദീപ് സിംഗിനും പ്രത്യേകിച്ചും പേസർമാർക്ക്. ഈ സ്പിന്നർമാർ പൂർണ്ണമായും പരാജയപ്പെട്ട ഒരു ദിവസത്തിലാണ് ഹർഷദീപ് സിംഗും ജസ്പ്രീത് ബുംറയും ഹാർദിക് പാണ്ഡ്യയും ചേർന്ന് ആ ദക്ഷിണാഫ്രിക്കയുടെ കയ്യിൽ നിന്ന് ആ വിജയം ഇങ്ങനെ തട്ടിയെടുക്കുകയായിരുന്നു. ആ കിരീടം അത് ദക്ഷിണാഫ്രിക്കയിലേക്ക്, ജോഹനാസ്ബർഗിലേക്ക് പോകുമെന്ന് കരുതിയ സമയത്ത് നിന്നാണ് അത് വീണ്ടുമല്ല, ഈ കിരീടം നമുക്കുള്ളതാണ് എന്ന് ഉറപ്പിച്ച് ഒരിക്കലും ഈ ടീം ആ ഒരു കോൺഫിഡൻസ് നഷ്ടമാക്കിയില്ല എന്നുള്ളതാണ്. ജയിക്കാൻ പറ്റുമെന്നുള്ള ഒരു ആത്മവിശ്വാസം അവർ തുടരെ പ്രകടമാക്കുന്നുണ്ടായിരുന്നു. അതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. എന്താണെങ്കിലും അങ്ങനെ ലോക കിരീടം വീണ്ടും ഇന്ത്യയിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ എടുത്തു പറയേണ്ട 1-2 പ്രകടനങ്ങൾ, അതിൽ സൂര്യകുമാർ യാദവിന്റെ ആ ഡേവിഡ് മില്ലറുടെ ക്യാച്ച് വളരെ നിർണായകമായിട്ടുണ്ട്. ഒപ്പം ജസ്പ്രീത് ബുംറയുടെ വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടുള്ള ബോളിംഗ് സ്പെല്ല്, ഈ അവസാനത്തെ ആ ബോളിംഗ് സ്പെല്ല് ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒന്നായിരിക്കണം. കാരണം ഒരു നിർണായക ദിവസത്തിൽ, നിർണായക ഫൈനൽ ദിനത്തിൽ ജസ്പ്രീത് ബുംറ പ്രകടമാക്കിയ ആ ഒരു മികവ് അത് എടുത്തു പറയണം. അയാളുടെ ക്ലാസ്, അദ്ദേഹത്തിന്റെ ക്ലാസ് അത് വ്യക്തമാക്കുന്നതായിരുന്നു ആ ബോളിംഗ് പ്രകടനം മുഴുവൻ. ഇനി ഹർഷദീപ് സിംഗും മികവിലേക്ക് ഉയർന്നു. ഒരു ആദ്യ 2020 ലോകകപ്പിൽ ഫൈനലാണ് കളിക്കുന്നത് എന്നുള്ള പരിഭ്രമം ഒന്നും ഹർഷദീപിന്റെ ബോളിംഗ് പ്രകടനത്തിൽ ഉണ്ടായിരുന്നില്ല. മറുവശത്ത് ഈ ബോളർമാരിൽ ഏറ്റവും പ്രകടമാകുന്ന, ഏറ്റവും ശ്രദ്ധേയമാകുമെന്ന് കരുതിയിരുന്നത് കുൽദീപ് യാദവും അക്സർ പട്ടേലുമായിരുന്നു. പക്ഷേ സ്പിന്നർമാർക്ക് കാര്യമായിട്ടുള്ള ഒരു തുണ ആ ട്രാക്കിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കാര്യമായി തന്നെ റൺ സ്കോർ ചെയ്തു ദക്ഷിണാഫ്രിക്കൻ ബാറ്റർമാർ. ഒരു ഓവറിൽ തന്നെ 22 റൺസാണ് അക്സർ പട്ടേലിന്റെ ഓവറിൽ ദക്ഷിണാഫ്രിക്ക അടിച്ചുകൂട്ടിയത്. പ്രത്യേകിച്ചും ക്ലാസനും ഒപ്പം ഡേവിഡ് മില്ലറും ക്രീസിലുണ്ടായിരുന്നപ്പോൾ ഒരു നിരാശയോടുകൂടി അക്സർ പട്ടേൽ ബോളിംഗ് പിച്ചിൽ നിൽക്കുന്നത് ആദ്യമായിട്ടാണ് ഈ ടൂർണമെന്റിൽ കാണുന്നത്. പക്ഷേ അപ്പോഴും അക്സർ പട്ടേലിന്റെ ബാറ്റിംഗ് പ്രകടനം അത് വിസ്മരിക്കുക പ്രയാസമാണ്. എത്ര ഗംഭീരമായിട്ടാണ് അക്സർ പട്ടേൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ബാറ്റർ ബാറ്റ് ചെയ്യുന്ന ഒരു 47 റൺസ് എടുത്തത് 31 പന്തിൽ വിരാട് കോഹ്ലിക്കൊപ്പം ചേർന്ന് ഇന്ത്യക്ക് മനോഹരമായിട്ടുള്ള ഒരു സ്കോറിലേക്ക് എത്തിച്ചത്. ശിവൻ ദുബൈയും ഇന്ന് ഇന്നലെ ഫോമിലേക്ക് എത്തി എന്നുള്ളതും ആശ്വാസകരമാണ്. അതായത് നമ്മൾ ആശങ്ക പങ്കുവെച്ചവരെല്ലാം ഫോമിലേക്ക് എത്തി. പക്ഷേ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പോലും പരാജയപ്പെട്ട ഒരു ദിനത്തിൽ അതിഗംഭീര ഫോമിലായിരുന്ന രോഹിത് ശർമ്മ 9 റൺസിന് പുറത്തായ ദിനത്തിലാണ് വിരാട് കോഹ്ലി തന്റെ യഥാർത്ഥ ക്ലാസ് പ്രകടമാക്കിയത്. ഇതാണ് പറയുക, നമ്മൾ ഈ ഫോം എന്നുള്ളത് താൽക്കാലികവും ക്ലാസ് എന്നുള്ളത് സ്ഥിരവുമാണ് എന്ന്. അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു തെളിവായിരുന്നു ഇന്നലെ വിരാട് കോഹ്ലി ബാർബഡോസിൽ കെൻസിംഗ്ടൺ ഓവലിൽ പ്രകടമാക്കിയത്. എന്നാണെങ്കിലും ആ സ്കോർ കാർഡിലേക്ക് ഒന്ന് വന്നാൽ 7 വിക്കറ്റ് നഷ്ടത്തിലാണ് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 176 റൺസ് എടുത്തത്. പിന്നാലെ ബാറ്റ് ചെയ്യുന്ന ദക്ഷിണാഫ്രിക്കയ്ക്ക് 8 വിക്കറ്റ് നഷ്ടത്തിൽ 169 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ദക്ഷിണാഫ്രിക്കൻ ബാറ്റർമാരിൽ ഹെൻറിച്ച് ക്ലാസിനും ഡേവിഡ് മില്ലറും ബാറ്റ് ചെയ്ത ആ സമയമാണ് ഒരു പക്ഷേ ഏറ്റവും നിർണായകമായിരുന്നത്. ഹെൻറിച്ച് ക്ലാസിൻ ഹാർദിക് പാണ്ഡ്യയുടെ ഒരു ഓഫ് സ്റ്റംപിന് വെളിയിലൂടെ പോയ പന്തിൽ എന്താ പറയുക, ഏങ്ങി വലിഞ്ഞ് ബാറ്റർ വിക്കറ്റ് കീപ്പർക്ക് ക്യാച്ച് നൽകി എന്നൊക്കെ പറയാം. അത് ഒരുപക്ഷെ ക്ലാസൻ വിസ്മരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഷോട്ടായിരിക്കും
വെക്കും. അതായത് ഒരിക്കലും അദ്ദേഹത്തിന്റെ കരിയറിൽ ഓർത്തു വെക്കില്ല. കാരണം ഒരു ടീമിനെ ലോകകപ്പിൽ നിന്നും അകറ്റി നിർത്തിയ ഒരു ഷോട്ട് എന്ന് വേണം പറയാൻ. അത്രമാത്രം അകന്നു പോയ ഒരു പന്തിലേക്ക് ബാറ്റ് വെച്ച് പിന്നെ ഹെൻറിച്ച് ക്ലാസിൻ ആ മത്സരം കൈവിടുകയായിരുന്നു. അങ്ങനെ മനോഹരമായിട്ടുള്ളൊരു ദിനം, മനോഹരമായിട്ടുള്ളൊരു ദിവസം ഇന്ത്യക്ക് സ്വന്തമായി. ക്രിക്കറ്റ് ലോകകപ്പിന്റെ നെറുകയിൽ ഒരിക്കൽ കൂടി ഇന്ത്യ എത്തി. അങ്ങനെ 83-നും 2007-നും 2011-നും ശേഷം മറ്റൊരു ലോക കിരീടം ക്രിക്കറ്റിലൂടെ ഇന്ത്യയിലേക്ക് എത്തുകയാണ്. അശ്വതി, ഞാൻ ഡോക്ടർ എൻ അജിത് കുമാർ നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. ഞാൻ ഡോക്ടർ അജിത് കുമാറിലേക്ക് പോകണം. ഡോക്ടർ അജിത് കുമാർ, ഈ വളരെ സന്തോഷം. നമ്മൾ ഇന്നലെ മത്സരത്തിനിടയിൽ ഞാൻ ഡോക്ടർ അജിത് കുമാർ ഒന്ന് വിളിച്ചിരുന്നു. അപ്പോൾ കൈവിട്ട് പോയല്ലോ എൽദോ എന്നാണ് എന്നോട് പറഞ്ഞത്. പിന്നീടാണ് മത്സരം തിരികെ എത്തിയത്. എന്തായിരുന്നു ആ ടേണിംഗ് പോയിന്റ്? തീർച്ചയായിട്ടും ടേണിംഗ് പോയിന്റ് ക്ലാസിന്റെ വിക്കറ്റ് തന്നെയാണ്, യാതൊരു സംശയമില്ല. ആ ക്ലാസിന്റെ ആ ഒരു വിക്കറ്റ് എന്നെ സംബന്ധിച്ചോളം അതൊരു ഗംഭീര വിക്കറ്റായി. കാരണം ഹാർദിക് പാണ്ഡ്യ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ മികവ് കാണിച്ചു കൊണ്ടുവന്നു അന്ന്. അതിലാണ് എനിക്ക് ഏറ്റവും സന്തോഷം. കാരണം ഹാർദിക് വളരെ കറക്റ്റ് ടൈമില് വന്ന് കൃത്യതയോടെ ബോൾ ചെയ്ത് ശരിക്ക് ക്ലാസിന്റെ ആ വീക്ക്നെസ് ആണ്. ശരിക്കും അതിനെ കുറിച്ച് എല്ലാവരും പറയാറുണ്ട്. ഔട്ട്സൈഡ് ഓഫ് സ്റ്റംപ് വല്ലാണ്ട് ഫ്ലാഷ് ചെയ്യുന്നു എന്ന് രജിസ്ട്രേഷനിൽ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ തന്നെ ഔട്ട്സൈഡ് ഓഫ് സ്റ്റംപ് ഫ്ലാഷ് ചെയ്തു. ഋഷഭ് പന്ത് നല്ലൊരു ക്യാച്ച് കൊടുത്തു. അതായിരുന്നു ക്രിട്ടിക്കൽ. കാരണം അവർ രണ്ടുപേരെ ബാറ്റ് ചെയ്യുന്ന സമയത്താണ് താങ്കളോട് മാത്രം പല സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോൾ കയ്യിൽ പോയല്ലോ, ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയത് പോയല്ലോ. ക്ലാസ് എന്നൊരു ക്ലാസ് ആക്ട്, അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ് ആക്ട് ആയിരുന്നു, സംശയിക്കണ്ട. പക്ഷെ ആ ക്ലാസ് ആക്ട് ഇന്നലെ വലിച്ചില്ല. അദ്ദേഹത്തെ പോലെ ഒരു പ്ലെയർ ഇത്രയും അല്ല. ഞാൻ ഒരു കാര്യം അദ്ദേഹത്തിന്റെ ബാറ്റിങ്ങിനെ പറ്റി നമുക്ക് ഇത്ര ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് ഹാർദിക് പാണ്ഡ്യ ഓഫ് സൈഡിലൂടെ ആ സിക്സർ അടിച്ചത് നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം. ബാറ്റ്സ്മാന്റെ ആ ഒരു ക്വാളിറ്റിയാണത്. അത്രയും ഒരു ഉയർന്ന തരത്തിലുള്ള ഒരു ബാറ്റ്സ്മാനെ നമുക്ക് അദ്ദേഹത്തിന്റെ വിക്കറ്റ് കിട്ടിയപ്പോഴാണ് ശരിക്കും ആശ്വാസം. അദ്ദേഹം ഔട്ടായപ്പോ തന്നെ ഒരു സാധ്യതയുണ്ട്. പക്ഷെ മില്ലർ ബാക്കിയുണ്ട്. മില്ലറിന്റെ ഉടനെ ജാൻസൺ ഔട്ടായി. അപ്പൊ ജാൻസൺ ഔട്ടായപ്പോഴേക്കും ബുംറയുടെ ഒരു ഉഗ്രമാണ്. ജാൻസൺ കൂടി ഔട്ടായപ്പോ ഒരു നമുക്ക് കൂടുതലും. പക്ഷെ വീണ്ടും മില്ലർ എന്നൊരു വ്യക്തി ആ ഭാഗത്തുണ്ട്. അദ്ദേഹം എന്താണ് ചെയ്യാൻ പോണെന്ന് പറഞ്ഞുകൂടാ. പക്ഷെ മില്ലറിന്റെ ശരിക്കും പറഞ്ഞാൽ സിക്സ് ആണെന്ന് ഞങ്ങൾ വിചാരിച്ചു. നമ്മൾ സിക്സർ ആയിരിക്കും കഴിയുമ്പോഴാണ് എവിടെ നിന്നും നമ്മുടെ സ്കൈ വന്നിട്ട് സൂര്യകുമാറിന്റെ ആ ക്യാച്ച് അവർ പറയുന്നത് മസ്റ്റ് ബി വൺ ഓഫ് ദ ഫൈനസ്റ്റ് ക്യാച്ചസ് ഹെൽഡ് അണ്ടർ സച്ച് പ്രഷർ ഇൻ എ വേൾഡ് കപ്പ് ഫൈനൽ. അതാണ് സൂര്യകുമാറിനെ പറ്റി ആ ക്യാച്ചിനെ പറ്റി പറഞ്ഞത്. ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു ക്യാച്ച്. അത് എനിക്ക് ഏറ്റവും സന്തോഷമായത് ഇത്രയും ക്രിട്ടിക്കൽ മൊമെന്റിലും സൂര്യകുമാർ അദ്ദേഹത്തിന്റെ സന്തുലിതം അവസ്ഥ മാറിയില്ല. കൃത്യമായി കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്തു, എടുത്തു. അപ്പൊ മനസ്സിലായി അദ്ദേഹം ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് പോകും. ഉടനെ പുറത്തേക്ക് പോകുന്നു, തിരിച്ചു വന്ന് നല്ല ഗംഭീരമായിട്ട് ആ ക്യാച്ച് എടുക്കും. ശരിക്കും ഒരു ടീം എഫേർട്ടായിരുന്നു. നമ്മളിപ്പോ പറഞ്ഞത് സൂര്യകുമാറിന്റെ ബാറ്റിംഗ് ഫെയിലിയറായിരുന്നു, ശരിയാണ്. പക്ഷെ അത് അത് കഴിഞ്ഞ് ഗ്രമാഡയുടെ ക്യാച്ചും അത് നല്ല ഡിഫീൽഡ് ആയിരുന്നു. അത് എടുക്കുന്നില്ല. ശരിക്ക് അദ്ദേഹം അതും എടുത്തു. അപ്പൊ എല്ലാ വിധത്തിലും കഴിഞ്ഞ മത്സരം കഴിഞ്ഞിട്ട് പലരും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഇതുപോലൊരു ടീം എഫേർട്ട് എല്ലാ പ്ലെയേഴ്സും കോൺട്രിബ്യൂട്ട് ചെയ്തു. എല്ലാവരും. ജഡേജ ശരിയാണ്, അദ്ദേഹം ഒരു ഓവറിൽ 12 റൺ കൊടുത്തത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഫീൽഡിങ്ങോ എത്ര സേവ് ചെയ്തത്, എത്ര റൺസാണ് അദ്ദേഹം സേവ് ചെയ്തതില്ലേ ആ ഒരു കവർ പോയിന്റിൽ നിന്നുണ്ട്. കുൽദീപ് യാദവ് ബോളറുടെ നിലയിൽ ഫെയിലിയർ ചെയ്തു. പക്ഷെ ആ ഡികോക്കിന്റെ ക്യാച്ച് കൃത്യമായിട്ടാണ് എടുത്തത്. അതൊന്നും അത്ര ഈസി ക്യാച്ചസ് അല്ല അത്. കാരണം ഡികോക്കൊക്കെ പറഞ്ഞാൽ ശരിക്കും നന്നായിട്ട് പ്രഹരിക്കുന്ന ഒരു ബാറ്റ്സ്മാനാണ്. ഓരോ പ്ലെയറും അവരുടെ കോൺട്രിബ്യൂഷൻ ഇന്നലെ നമ്മുടെ വിജയത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തത് യാതൊരു സംശയമില്ല. ക്രിക്കറ്റ് ഒരു ടീം ഗെയിമാണ്. ഇന്നലെ ഇന്ത്യ കൃത്യമായിട്ട് കാണിച്ചു. പലപ്പോഴും നമ്മൾ പറയാം T20 എപ്പോഴും ഒരു ഇൻഡിവിജ്വൽ ഗെയിമാണ്. ഒരു വ്യക്തി ആലോചിച്ചാൽ കളി ജയിക്കാൻ പറ്റുന്നത്. ഇന്നലെ നമുക്ക് മനസ്സിലായി ഒരു വ്യക്തി ജയിച്ചാൽ നടക്കില്ല. ഒരു ടീം എഫേർട്ട് വേണം. ആ ടീം എഫേർട്ടാണ് ഇന്നലെ ടീം ഇന്ത്യ കാണിച്ചത്. ഇതുപോലൊരു എഫേർട്ട് എനിക്ക് തോന്നുന്നില്ല ഈയിടെയായിട്ട് ഇന്ത്യൻ ടീം കാണിച്ചത്. ഞാൻ വിചാരിച്ചത് ഇതേ എഫേർട്ട് ഓസ്ട്രേലിയയായിട്ട് കാണിച്ചിരുന്നെങ്കിൽ നമ്മൾ ODI വേൾഡ് കപ്പ് ജയിച്ചേനെ. ആ എഫേർട്ട് അന്ന് ഉണ്ടായിരുന്നില്ല. ട്രാവിസ് ഹെഡ് അങ്ങനെ അടിച്ച സമയത്ത് നമ്മൾ ആ വിചാരിക്കുന്ന ലെവലിലേക്ക് നമ്മൾ ആ എഫേർട്ട് എടുത്തില്ല എന്നുള്ളത് വളരെ ക്ലിയർ ആയിരുന്നു. പക്ഷെ ഇന്നലെ അതായിരുന്നില്ല. കാരണം ഇന്നലെ ഒരു ജീവൻ മരണ പോരാട്ടം പോലെയാണ് ഇന്ത്യൻ ടീം കളിച്ചത്. അത് നമ്മൾ ശരിക്കും നോട്ടീസ് ചെയ്തിരുന്നു. അത്രയും ഇപ്പൊ 11 പേരും അവരുടെ ആ ഒരു മുഖഭാവം കണ്ടാൽ മനസ്സിലാവും
അത്രയും അവര് എന്താ പറയുക ജയിക്കണം എന്നുള്ള ഒറ്റ ഒരു 1 point എജൻഡയില് കളിച്ചു എന്നുള്ളത് യാതൊരു സംശയമില്ല. ഇതുപോലൊരു വിക്ടറി എനിക്ക് ഇതിനെ ഒരു കമ്പയർ ചെയ്യാൻ പറ്റുന്നത് 1983 വേൾഡ് കപ്പ് ഫൈനൽ മാത്രം. വേറെ ഒരു വിക്ടറി ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. 1983 വേൾഡ് കപ്പ് ഫൈനൽസ് ഓരോ ബോളും കേട്ട വ്യക്തിയാണ് ഞാൻ. അന്നും ഇതേ പാഷനാണ് കപിൽ ദേവ് ആൻഡ് കമ്പനി നടത്തിയത്. അതേ പാഷനിലായിരുന്നു രോഹിത് ശർമ്മ. കാരണം ഞാൻ 2011 നമ്മൾ വിജയിച്ചു, എല്ലാം ശരിയാണ്. പക്ഷെ 83 ലോകകപ്പിന്റെ ആ ഒരു പാഷൻ ഞാൻ ശരിക്കും ഇന്നലെ രോഹിത് ശർമ്മയുടെ ആ ടീമിൽ കണ്ടു. ആ പാഷൻ കാരണമാണ് നമ്മൾ ശരിക്ക് ആ T20 ലോകകപ്പ് വിജയിച്ചതെന്നാണ് എന്റെ വിശ്വാസം. എക്സാക്ട്ലി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ എനിക്ക് തോന്നുന്നു താങ്കളെ ഞാൻ ഇന്നലെ ഫോൺ വിളിക്കുന്നത് 15ാമത്തെ ഓവറിൻ്റെ സമയത്താണ്. അക്സർ പട്ടേലിൻ്റെ ആ ഓവറിൽ, അതായത് 24 റൺസാണ് അക്സർ പട്ടേൽ വഴങ്ങിയത്. അത് ഹെൻറി ക്ലാസൻ്റെ ഒരു ക്ലാസി ഓവറായിരുന്നു എന്ന് പറയാം. ദക്ഷിണാഫ്രിക്ക ഒരു ഈസി വാക്ക് ഓവറിലേക്ക്, ഈസി വിന്നിലേക്ക്, വിക്ടറിയിലേക്ക് പോകുന്നു എന്ന് നമ്മൾ കരുതിയ സമയം, പിന്നീട് ജസ്പ്രീത് ബുംറയ്ക്ക് പന്ത് ഏൽപ്പിക്കുന്നു രോഹിത് ശർമ്മ. ജസ്പ്രീത് ബുംറ എന്താണ് ഈ ടീമിന് എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ഒരു ഓവറായിരുന്നു അത്. ആദ്യ പന്ത് തന്നെ ഒരു എഡ്ജ് ജസ്റ്റ് പാസ് സ്റ്റംപ്സ് എന്നുള്ള മട്ടിൽ പോകുന്നു. ആ പന്തിൽ പിന്നീട് 4ാമത്തെ ബോള് യോർക്കർ എറിയുന്നു. അങ്ങനെ ആ ഓവറിൽ ആകെ വഴങ്ങി 4 റൺസാണ്. അതായത് 24 റൺസ് വഴങ്ങി അക്സർ പട്ടേൽ അത്രയും മാത്രം പ്രഹരമേറ്റ ശേഷം, അതും മില്ലറും ക്ലാസിനും ക്രീസിൽ നിൽക്കുമ്പോൾ ബുംറ പ്രകടമാക്കിയ ഒരു ബ്രില്യൻസ് ഉണ്ടല്ലോ. ആ വിക്കറ്റ് ആ ഓവറിൽ ഉണ്ടായില്ലെങ്കിൽ പോലും 16ാമത്തെ ഓവർ അല്ലേ മത്സരത്തിൽ ഏറ്റവും ഗതി നിർണയിച്ചത്? തീർച്ചയായിട്ടും ആ 16th ഓവറിൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതായിരുന്നു ബെസ്റ്റ്. ആ ബോളിങ്ങിന്റെ ബ്രില്യൻസിനെക്കാളും ഇത്രയും ഫോമിലുള്ള ബാറ്റ്സ്മാൻ അവരുടെ ക്ലാസ്സിനെ വെറുതെ ഇങ്ങോട്ട് ബ്ലോക്ക് ചെയ്തു. കാരണം അദ്ദേഹത്തിന് സ്കോർ ചെയ്യാൻ പറ്റില്ല. അതാണ് അവസാനം അവർ വിചാരിച്ചൊരു സിംഗിൾസ് മതി. സൗത്ത് ആഫ്രിക്കൻസും ആ കാര്യത്തില് മിടുക്ക് കാണിച്ചു കേട്ടോ. കാരണം രണ്ടുപേരും ബൗണ്ടറിയും സിക്സർ അടിച്ചിരിക്കുന്ന ആ മൂഡില് ആ ബുംറയുടെ ആ ഓവർ വന്നപ്പം അവർ ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങി. അത് അതോടെ നോട്ടീസ് ചെയ്തോ കൃത്യമായിട്ട്. അപ്പൊ അവർക്ക് മനസ്സിലായില്ല, ഒരു 4 സിംഗിൾസ് എടുത്തിട്ട് അവസാനിപ്പിച്ചു. പക്ഷെ അത് കാണിക്കുന്നത് ആ ഒരു ഓവർ പെട്ടെന്ന് റൺ റേറ്റിന്റെ റിക്വയർമെന്റ് കൂടി. കാരണം ഓരോ ഓവർ കഴിയുമ്പോൾ നമ്മൾ നിയർലി 9-10 ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 9 റൺ എപ്പോഴും അവർക്ക് ആവറേജിന് വേണ്ടി വന്നിരുന്നു. അത് പെട്ടെന്ന് 10ലേക്ക് പോയി. അതായിരിക്കാം പാണ്ഡ്യയുടെ ബോളിംഗ് വന്നപ്പോൾ ക്ലാസിൽ ഈ 10 per ഓവറാണ്. കാരണം ആ 10 per ഓവർ എത്തിയാൽ എന്ത് വന്നാലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും തീർച്ചയായിട്ടും അവസാനം. അപ്പൊ ആ ഒരു ബോർഡിലാണ് ക്ലാസൻ അതുപോലെ 50 അടിച്ചതിന്റെ ഒരു സന്തോഷത്തില് ഒരു 50 ഹാഫ് സെഞ്ചുറി അടിക്കുക, ഒരു ലോകകപ്പ് ഫൈനൽസിൽ ഒരു ഹാഫ് സെഞ്ചുറി അടിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു സൗത്ത് ആഫ്രിക്കനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോഴായിരിക്കും ഇനി റിസ്ക് എടുക്കാൻ പറ്റില്ല, ഐ മസ്റ്റ് ഗോ ഫോർ ദ റൺസ്. കാരണം ബുംറയ്ക്ക് ഒരു ഓവറും കൂടിയുണ്ട്. അപ്പൊ ആ ഒരു പേടിയായിരിക്കാം അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹം ഈ പാണ്ഡ്യയെ ഒന്ന് ചെറുതായിട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് ആലോചിച്ചതും ആ അദ്ദേഹത്തിന്റെ വിക്കറ്റ് പോയത്. ശരിക്കും നല്ല സൈക്കോളജിക്കൽ ഗെയിമാണ്. ആ ബോളിംഗ് ചേഞ്ചസ് ആർഷദീപിനൊക്കെ കറക്റ്റ് ആയിട്ട് ലാസ്റ്റ് വെച്ചതും ഒരു സ്റ്റേജ്. വേറൊരു നല്ലൊരു കാര്യം ഞാൻ കണ്ടത്, സ്പിന്നേഴ്സിന് ആദ്യം തന്നെ അദ്ദേഹം ബോൾ ചെയ്യിച്ചു. അവർക്ക് മനസ്സിലായി, അദ്ദേഹത്തിന് മനസ്സിലായി, രോഹിത്തിന് വളരെ കൃത്യമായിട്ട് മനസ്സിലായി ഇന്ന് സ്പിന്നേഴ്സിന്റെ ഡേ അല്ല. 49 റണ്ണാണ് കുൽദീപ് യാദവ് കൊടുത്തത്. നമ്മള് കുൽദീപാണ് ഏറ്റവും കൂടുതൽ ഇന്ന് വിക്കറ്റ് എടുക്കുന്നത്. ഇന്നലെ നമ്മൾ റിവ്യൂല് ആലോചിച്ചാണ് കുൽദീപ് യാദവ് ഇവർ എങ്ങനെ ഫേസ് ചെയ്യും. 3 ലെഫ്റ്റ് ആം സ്പിന്നേഴ്സ്, ജഡേജയ്ക്ക് ഓവർ കൊടുത്ത് അദ്ദേഹത്തിന് 12 റണ്ണാണ് എടുത്തത്. അപ്പൊ ഓരോ മൂവും മനസ്സിലായി, വ്യക്തമായിരുന്നു. എന്താണ് സ്പിന്നേഴ്സിന് വലിയ റോളില്ല എന്നൊരു ലെവലിലേക്ക് അത് നിലവിൽ ആ ക്ലാസിന്റെ മൂഡിൽ ആര് ബോൾ ചെയ്താലും അദ്ദേഹം ശ്രദ്ധിക്കുമായിരുന്നു. ഇന്ത്യക്കാരല്ല, ലോകത്ത് ആരെ നമുക്കറിയാലോ. പഴയ ഒരു 188 അദ്ദേഹം ഇംഗ്ലണ്ടിനോട് എടുത്തത് ഞാൻ ഒരിക്കലും മറക്കില്ല. ഇംഗ്ലണ്ടിനോട് ഒരു ODI സീരീസ് ആദ്യത്തെ 2 മത്സരം സൗത്ത് ആഫ്രിക്ക തോറ്റിട്ട് അടുത്ത 3 മത്സരം ജയിച്ച ആ ഒരു ടൂറില് ക്ലാസനായിരുന്നു അന്നത്തെ ഹീറോ. അതിനാണ് നമ്മൾ ക്ലാസിന്റെ ഒരു പ്ലെയറിനെ പറ്റി ലോകം പറഞ്ഞത്. അന്നത്തെ ആ ഒരു 188 റൺസ് എടുത്തതോടെയാണ്. പിന്നെ ലോകകപ്പിൽ വന്നപ്പോഴാണ് എല്ലാവരും ഏറ്റവും ആകാംക്ഷയോട് വെയിറ്റ് ചെയ്ത് ക്ലാസനെയാണ്. അത്രയും ഒരു ക്ലാസ് പ്ലെയർ ആണ്. അദ്ദേഹത്തിന് അറിയാം അത്രയും റെസ്പോൺസിബിലിറ്റി അദ്ദേഹത്തിന് ഉണ്ടെന്ന്. അപ്പം റൺ റേറ്റ് കൂടിയപ്പം റൺ റേറ്റ് കൂടിയപ്പം അഗ്രസീവ് ആവണമെന്ന് വിചാരിച്ചു. അവിടെയാണ്
ഹാർദിക്കിന്റെ ആ ഒരു ബ്രില്യൻസ് നമുക്ക് കണ്ടത്. കൃത്യമായിട്ട് ഔട്ട്സൈഡ് ഓഫ് സ്റ്റംപ് ഒരു ഗുഡ് ലെഗ് ബോൾ ടു ക്ലാസ്സിന് അടിക്കാൻ പോയി കോട്ടയായി. അതൊരു നല്ലൊരു ശരിക്കും വെൽ പ്ലാൻഡ് ആയിരുന്നു. കാരണം എനിക്ക് തോന്നി രോഹിത് ഒരു ഡു ഓർ ഡൈ എന്ന ഒരു എന്താ പറയുക ഒരു സ്കീമാണ് നമ്മുടെ രോഹിത് ഒരു 17th ഓവർ ആയപ്പോഴും എടുത്തത്. അത് കൃത്യമായിട്ട് സക്സീഡ് ചെയ്തു. നമുക്കൊരു വിജയത്തിലേക്ക് എത്താനും പറ്റും. ഉറപ്പായിട്ടും അതാണ് ഒരു വളരെ നിർണായകമായത്. ഇനി ഈ ബാർബഡോസ് അവിടെ കെൻസിംഗ്ടൺ ഓവലിൽ അവിടെ ഈ സ്പിന്നർമാർക്ക് ഇത്രമാത്രം ഒരു സാധ്യത ഇല്ലായ്മ നമ്മൾ കരുതിയിരുന്നില്ലല്ലോ ഡോക്ടർ അജിത് കുമാർ. ഈ അക്സർ പട്ടേലിനെയൊക്കെ അല്ലെങ്കിൽ കുൽദീപിനെയൊക്കെ ഒരു തരത്തിലും ബഹുമാനിക്കാത്ത വിധത്തിൽ ദക്ഷിണാഫ്രിക്ക അത് വളരെ പ്ലാൻഡ് ആയിട്ട് അഗ്രസീവായി എത്തിയതായിരിക്കും. ഇന്ത്യൻ സ്പിന്നർമാരായിരിക്കും അതിൽ ഒരു കരുതേണ്ടവർ എന്നുള്ള ഒരു പ്ലാൻഡ് ഓപ്പറേഷൻ എന്ന് കരുതണോ അതിനെ? തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലായി ഇന്ത്യൻ സ്പിന്നർമാരാണ്. അത് മാത്രമല്ല ഒരു കാര്യം കൂടി കണ്ടോ, നമ്മൾ പവർ പ്ലേ തന്നെ ഇവർ രണ്ടുപേരും ഇൻട്രൊഡ്യൂസ് ചെയ്തു. പവർ പ്ലേ തന്നെ ഭയങ്കര അഗ്രസീവായി. ഡിക്കോക്കാണ് തുടങ്ങി വെച്ചത്. വിൻസ്റ്റൺ ഡിക്കോക്കാണ് വിൻസ്റ്റൺ ഡിക്കോക്കിന്റെ സ്റ്റബ്സും കൂടിയിട്ട് നല്ലൊരു പാർട്ട്ണർഷിപ്പായിരുന്നു. ഒരു വളരെ ക്രൂഷ്യൽ പാർട്ട്ണർഷിപ്പാണ് സ്റ്റബ്സും ഡിക്കോക്കും കൂടി. ആ ഡിക്കോക്കിന് ഹർഷദീപിന്റെ ബോളിങ്ങിന് ഡിക്കോക്ക് ഔട്ട് ആവുന്നത് വരെ ഡിക്കോക്ക് ഒരു നമുക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ ഡിക്കോക്കിന്റെ അദ്ദേഹത്തിന്റെ ആ ഫോമിലുള്ള ബാറ്റിംഗ്. അദ്ദേഹമാണ് നമ്മുടെ സ്പിന്നേഴ്സിനെ ശരിക്കും തകർത്തതെന്ന് പറയാം. നമ്മൾ ആ തേർഡ് ഓവർ തന്നെ അക്ഷറിന് കൊണ്ടുവന്നപ്പോ പ്രതീക്ഷിച്ചില്ല ഇവരൊരു ശരിക്കും പ്ലാൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അക്ഷറിനെ ഒരു ടാർഗറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ 2 ഓവർ കഴിഞ്ഞപ്പോ തന്നെ മനസ്സിലായി കൃത്യതയോടെ അവര് അക്ഷറിനെയും കുൽദീപിനെയും ടാർഗറ്റ് ചെയ്തു. കളിക്കാണ്ടപ്പോ തന്നെ ശരിക്കും അവരെ ടാർഗറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചത്. കാരണം ഒരു കാര്യം റിസ്ക് ഉണ്ടതിന്, പക്ഷെ റിസ്ക് എടുക്കാനായിട്ട് അവർ തയ്യാറായിരുന്നു. കാരണം വിക്കറ്റ് അങ്ങനത്തെ ഒരു വിക്കറ്റ് ആയിരുന്നു. ഷംസീയുടെ ഒരു ബോളൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ടേൺ ചെയ്ത് കണ്ടെങ്കിലും അങ്ങനത്തെ ഒരു ടേൺ പിന്നീട് ഉണ്ടായില്ല. വിക്കറ്റ് വളരെ ഡ്രൈ ആയി പല പെർഫെക്റ്റ് ആയി ശരിക്കും പറഞ്ഞാൽ സ്പിന്നേഴ്സിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോയി. അത് കൂടുതലും ഈ സൗത്ത് ആഫ്രിക്കൻസിന്റെ എഗ്രഷൻ കാരണമാണ്. അവർ വിചാരിച്ചു സ്പിന്നേഴ്സിനെ നമ്മൾ ബ്ലോക്ക് ചെയ്യാൻ പോയാൽ ഒരു പ്രശ്നമാവും അറിയാം. നല്ല അഗ്രസീവ് ആയിട്ട് അങ്ങനെ തുടങ്ങി. ആ അഗ്രസീവ് ആയിട്ട് ടീകോക്കും പിന്നെ സ്റ്റബ്സും കൂടി ചെയ്തപ്പം ആ ഒരു തേർഡ് വിക്കറ്റ് പാർട്ണർഷിപ്പ്, ഞാൻ പറഞ്ഞ കളിയുടെ ഒരു തേർഡ് വിക്കറ്റ് പാർട്ണർഷിപ്പ് വളരെ ക്രൂഷ്യൽ. സ്റ്റബ്സ് ക്ലീൻ ബോൾഡ് ആവുന്നത് വരെ നമുക്ക് ഒരിക്കലും ആ ഒരു കാരണം സ്റ്റബ്സിന്റെ കാര്യം അറിയാലോ. നമുക്ക് ഈ സൗത്ത് ആഫ്രിക്ക വളരെ പരിഗലായിരുന്ന സമയത്ത് പോലും സ്റ്റബ്സും മില്ലറും കൂടിയിട്ടാണ് നെതർലൻഡ്സിനോടുള്ള ഒരു പാർട്ണർഷിപ്പ് ഇട്ടത്. അത് നമുക്ക് മറക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു പ്ലെയറാണ് സ്റ്റബ്സ്. അപ്പൊ സ്റ്റബ്സിന് ഈ സാഹചര്യം വ്യക്തമായിരുന്നു. അദ്ദേഹത്തെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ച ഏറ്റവും എനിക്ക് പേടിയുള്ള ബാറ്റ്സ്മാൻ സ്റ്റബ്സ് ആണ്. കാരണം ലോ പ്രൊഫൈൽ ആണ്, പക്ഷെ ഹൈ സ്കോറിംഗ് ബാറ്റ്സ്മാൻ ആണ്. ഇന്ത്യയിൽ അദ്ദേഹം ഡൽഹി ഡേർഡേവിൾസിന് വേണ്ടി കളിച്ചത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അല്ലാതെ അദ്ദേഹത്തിന് കുൽദീപ് നന്നായിട്ട് കളിക്കാൻ അറിയാം. കാരണം കുൽദീപ് സ്റ്റബ്സ് ഒരേ ഫ്രാഞ്ചൈസിക്കാണ് കളിച്ചത്. അതുകൊണ്ട് കുൽദീപിന് വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് സ്റ്റബ്സ് കളിച്ചത് എന്നുള്ളത് ഞാൻ ഉടനെ നോട്ടീസ് ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവര് ഡൽഹി ഡേർഡേവിൾസിൽ ഒന്നിച്ച് കളിച്ചതിന്റെ ഒരു ഗുണം തീർച്ചയായിട്ടും സ്റ്റബ്സ് അത് കാണിക്കുകയും ചെയ്തു. പക്ഷെ ആ പാർട്ട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്തപ്പോഴാണ് ആദ്യമായിട്ടാണ് എനിക്കറിയാവുന്നത് ക്ലാസനാണ്, അദ്ദേഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൂഷ്യൽ ഫാക്ടർ. പക്ഷെ താങ്കൾ പറഞ്ഞത് വിക്കറ്റിൽ നിന്ന് യാതൊരു സപ്പോർട്ടും കിട്ടിയില്ല. സാധാരണ നമുക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലും കുറച്ച് പെർച്ചേസ് ചെയ്യാറുണ്ട്. പക്ഷെ സ്പിന്നേഴ്സിന് ഒരു എക്സാസ്പിറേഷൻ നമ്മൾ പറയാറില്ലേ, അങ്ങനെ ജഡേജയെ കൊണ്ടുവന്നു. 12 റണ്ണാണ് ജഡേജ കൊടുത്തത്. അതോടെ ജഡേജയ്ക്ക് ബോളിംഗ് കട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കായി. 49 റൺ കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ അത് വിക്കറ്റില്ലാണ്ട് അദ്ദേഹം എനിക്ക് തോന്നുന്നു കുൽദീപ് യാദവിനെ ഇത്രയും സ്കോർ കൊടുത്തിട്ട് ഒറ്റ വിക്കറ്റ് പോലും ഇല്ല. സാധനം റൺ കൊടുക്കാണെങ്കിൽ അദ്ദേഹത്തിന് വിക്കറ്റ് കിട്ടാറുണ്ട്. ഒറ്റ വിക്കറ്റ് കുൽദീപ് യാദവ് താങ്കൾ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ സ്പിന്നർമാർക്ക് ഇന്നലെ ഒരു ബ്ലാങ്ക് ഡേ ആയിരുന്നു. 106 റണ്ണാണ് അവർ കൊടുത്തത്. 106 റൺസ് കൺസീഡ് ചെയ്ത് നമ്മളെ ഈ 3 സ്പിന്നർമാരാണ്. അങ്ങനെ നോക്കുമ്പോൾ ബാക്കിയുള്ള 11 ഓവറില് നമ്മുടെ പേസേഴ്സ് കൺസീഡ് ചെയ്തത് 63 റൺസ് മാത്രമേ ഉള്ളൂ. അവര് എല്ലാ 8 വിക്കറ്റും എടുത്തു. അത് അങ്ങനെയാണ് ഈ കോംപ്ലിമെന്റിങ്. എനിക്ക് വേറൊരു കാര്യം കൂടി പറയാം. ഇന്ത്യൻ ബോളേഴ്സ് എങ്ങനെ നന്നായിട്ട് തമ്മിൽ കോംപ്ലിമെന്റ് ചെയ്യുന്നു. സ്പിന്നേഴ്സ് വീക്ക് ആകുമ്പോൾ നമ്മുടെ പേസേഴ്സ് വളരെ നന്നായിട്ട് ബോൾ ചെയ്യും. പേസേഴ്സ് നല്ല അടിയേറ്റുന്ന സമയത്താണ് സ്പിന്നേഴ്സ് വളരെ ക്രൂഷ്യൽ ആയിട്ട് വരുന്നത്. അവിടെ ആ ടീം എഫേർട്ടിന്റെ ഒരു കാര്യം സ്പിന്നേഴ്സ് ഫെയിൽ ചെയ്തപ്പോൾ അവർ നന്നായിട്ട് കവർ ചെയ്തു നമ്മുടെ പേസ് ബോളേഴ്സ്. അത് ഒരു നല്ലൊരു വിശേഷം. പലപ്പോഴും ഞാനത് നോട്ടീസ് ചെയ്യാറുണ്ട്. സാധാരണ പേസ് ബോളേഴ്സ് ഫെയിൽ ചെയ്യുമ്പോൾ നമ്മുടെ സ്പിന്നേഴ്സ് ആണ് അവരെ കവർ ചെയ്യുന്നത്.
ഇന്നലെ നമ്മുടെ സ്പിന്നേഴ്സ് നന്നായിട്ട് നമ്മുടെ പേസ് ബോൾസ് കവർ ചെയ്തു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. എക്സാക്ട്ലി. എന്തായാലും ഡോക്ടർ അജിത് കുമാർ, ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. നമുക്ക് ഒന്നിട്ട് പ്രതികരണങ്ങൾ കാണാൻ തോന്നുന്നു. അതായത് ഈ മത്സരശേഷം 2 വിരമിക്കൽ പ്രഖ്യാപനം ഉണ്ടായി. ഒന്ന് ക്യാപ്റ്റന്റേതായിരുന്നു, രോഹിത് ശർമ്മ 2020 നിന്ന് വിരമിക്കൂ എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു രോഹിത് ശർമ്മ. ഗുഡ് ബൈ പറയുകയായിരുന്നു രോഹിത്. ആദ്യം ക്യാപ്റ്റന്റെ വാക്കിലേക്ക് പോവാം, പിന്നീട് വിരാട് കോഹ്ലിയിലേക്കും. I've enjoyed since the time I started playing this format, and nothing better time to say goodbye to this format. I've loved every moment of this. I started my India career playing this format, and this is what I wanted. I wanted to win the cup and say thank you. This was my last T20 World Cup, and this is exactly what we wanted to achieve. This is an amazing game. I was telling Rohit today when we went out to bat, I was like, one day you feel like you can't get a run, and then you come out and then things happen. God is great. ഓക്കെ, ഇനി അഭിനന്ദനവും അത് ഒരുപാട് എത്തി. ഞാനത് ഡോക്ടർ അജിത് കുമാർ, ഈ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇപ്പോൾ ഒരു 2020 വിരമിക്കൽ പ്രഖ്യാപിക്കേണ്ട സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും കോഹ്ലി. രോഹിത് ശർമ്മ 2007 ലോകകപ്പ് മുതൽ ഉണ്ടെന്ന് അറിയാം. എങ്കിൽ പോലും വിരാട് കോഹ്ലിക്ക് ഇനിയും എത്രയോ ലോകകപ്പുകൾ 2020 ബാക്കി ഉണ്ടായിരുന്നില്ലേ? ലോകത്തെ ഏറ്റവും മികച്ച ബാറ്റർ. അദ്ദേഹത്തിൻ്റെ ഒരു ഉചിതമായിട്ടുള്ള സമയം ഇതാണ് എന്ന് പറയുമ്പോൾ അതിനും അപ്പുറത്തേക്ക് അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും? ഈ നിശ്ചിത ഓവറിൽ ഏകദിനത്തിലും ടെസ്റ്റിലും മാത്രം മതി എന്നുള്ളതായിരിക്കും ആഗ്രഹം. തീർച്ചയായിട്ടും അത് തന്നെയാണ് ആഗ്രഹം. രണ്ടുപേരും ഈ ഏകദിനത്തിനും ടെസ്റ്റിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകും. T20 എന്ന് പറയുന്നത് നല്ല സ്ട്രെയിനാണ്, പ്രഷറും കൂടുതലാണ് എല്ലാ വിധത്തിലും. ഇപ്പം വിരാട് കോഹ്ലിക്ക് 35 years ആയി, രോഹിത് ശർമ്മയ്ക്ക് 37 രണ്ടുപേരും ആക്ച്വലി വിരമിക്കലിന്റെ ടൈമാണ്. പക്ഷെ T20 അവര് ഇന്നലെ വിരാട് കോഹ്ലി അവര് രണ്ടുപേരും നമ്മളെ ഹൈ ആണ് റിട്ടയർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മളേതാണ് വൈ എന്ന് ചോദിക്കുന്നത്. നമ്മളെപ്പോഴും പറയാറുണ്ട്, one person should retire when people say why and not when. രണ്ടുപേരും വൈ എന്നുള്ള ചോദ്യങ്ങൾ. എന്തിനാണ് വിരാട് കോഹ്ലി റിട്ടയർ ചെയ്തത്? എന്തിനാണ് രോഹിത് ശർമ്മ റിട്ടയർ? ഇത്രയും നല്ല പെർഫോമൻസ് ഇട്ട രോഹിത് ശർമ്മ, അവിടുത്തെ ഇന്ത്യയുടെ ഹയസ്റ്റ് സ്കോറർ രോഹിത് ശർമ്മയാണ്. കാര്യം ലാസ്റ്റ് മാച്ച് സ്പെയിനിലെങ്കിലും 257 റൺ എടുത്തു ഈ ലോകകപ്പില്. അപ്പൊ ഇത്രയും ഹൈ സ്കോർ ചെയ്യുന്ന രോഹിത് ശർമ്മ എന്തുകൊണ്ട് റിട്ടയർ ചെയ്തു? വിരാട് കോഹ്ലി എന്തുകൊണ്ട് റിട്ടയർ ചെയ്തു T20 ഫോർമാറ്റിൽ നിന്ന്? പിന്നെ ഒരു കാര്യം കൂടി, നല്ല സമയത്താണ് റിട്ടയർ ചെയ്തിരിക്കുന്നത്. ഒന്ന്, ഇന്ത്യ വിജയിച്ചിരിക്കുന്ന സമയം. നമുക്ക് നല്ല ബെഞ്ച് സ്ട്രെങ്ത് ഉണ്ട്. അവരെ റീപ്ലേസ് ചെയ്യാനായിട്ടുള്ള എത്രയോ നല്ല പ്ലെയേഴ്സും ഇന്ത്യയിലുണ്ട്. അവര് നല്ലൊരു ഗ്രേസ്ഫുൾ ആണ്. 35 years എന്നൊക്കെ പറഞ്ഞാല് T20 അതൊരു അഡ്വാൻസ് സ്റ്റേജാണ്, സംശയിക്കണ്ട. വിരാട് വളരെ ഫിറ്റ് ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. രോഹിത്തിന്റെ ഫിറ്റ്നസിനെ പറ്റി നമുക്ക് യാതൊരു സംശയം. എന്നാലും രോഹിത് ഒരു ഇഞ്ചുറി പ്രോൺ ആണ്, അത് യാതൊരു സംശയമില്ല. ആ ഒരു പ്രശ്നം കൂടിയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര കഴിഞ്ഞ IPL അദ്ദേഹത്തിന്റെ ഫോം വളരെ മങ്ങിയിരുന്നു. അപ്പൊ ഇതെല്ലാം കൂടി ആലോചിച്ചായിരിക്കും ഈ ലോകകപ്പ് വിജയിച്ചാൽ ഞങ്ങള് രണ്ടുപേരും കൂടി ഒന്നിച്ച് റിട്ടയർ ചെയ്യാമെന്ന്. ശരിക്കും ഇന്ത്യയെ സംബന്ധിച്ചോളം അത് വലിയൊരു അഗാധമാണ്. ഇത്രയും നമ്മുടെ ബെസ്റ്റ് 2 players ആണ് റിട്ടയർ ചെയ്യുന്നത്. പക്ഷെ അത് ഒരു ലോങ് റൺ നമ്മൾ എടുത്തു നോക്കിയാൽ അതൊരു നല്ല തീരുമാനമായിട്ട് എനിക്ക് കാണുന്നു. കാരണം ഇത് പറഞ്ഞ പോലെ വൈ എന്നുള്ളൊരു ചോദ്യം വരുമ്പോഴാണ് പ്ലെയറിന്റെ ആ ഗ്രേറ്റ്നെസ് മനസ്സിലാണ്, അല്ലാണ്ട് വെൻ എന്ന് പറയുന്നതല്ല. അപ്പൊ അങ്ങനെയുള്ളൊരു ചോദ്യം വരുന്നു എന്നുള്ളത് രണ്ടുപേർക്കും സന്തോഷകരമായിരിക്കും. നല്ല പെർഫോമൻസ്, ഹൈ ആണ് റിട്ടയർ ചെയ്തിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, റൈറ്റ്. എന്നാലും ഇന്ത്യൻ ടീമിന് അഭിനന്ദന പ്രവാഹം കൂടിയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അഭിനന്ദനം ഏറ്റുവാങ്ങുകയാണ് രോഹിത് ശർമ്മയും സംഘവും. നമുക്കറിയാം, ഈ നവംബറിൽ തൊട്ട് മുമ്പ് നടന്ന ഏകദിന ലോകകപ്പിൽ അന്ന് കരഞ്ഞ് നിൽക്കുന്ന ഇന്ത്യൻ ടീം അംഗങ്ങളെ കണ്ടു. ഇന്നലെ ആ കരച്ചിൽ വിരാട് കോഹ്ലിയും ഹാർദിക് പാണ്ഡ്യയൊക്കെ കണ്ണീരണിഞ്ഞത് സന്തോഷം കൊണ്ടാണ്. അപ്പോൾ ആ സന്തോഷത്തിൽ എല്ലാവരും പങ്കുചേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യൻ ടീമിന് അഭിനന്ദനം അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. टीम इंडिया को इस भव्य विजय के लिए सभी देशवासियों की तरफ से बहुत बहुत बधाई। आज 140 करोड़ देशवासी आपके इस शानदार प्रदर्शन के लिए गर्व अनुभव कर रहे हैं। खेल के मैदान में आपने वर्ल्ड कप जीता, लेकिन हिंदुस्तान के हर गांव, गली, मोहल्ले में आपने कोटि कोटि देशवासियों का दिल जीत लिया।
और ये टूर्नामेंट एक विशेष कारण से भी याद रखी जाएगी। इतने सारे देश, इतनी सारी टीमें और एक भी मैच हारना नहीं, ये छोटी उपलब्धि नहीं है। आपने क्रिकेट जगत के हर महारथी, उनके हर बॉल को खेला और आपने शानदार विजय प्राप्त करते रहे। एक के बाद एक विजय की इस परंपरा ने आपके हौसले को तो बुलंद कर दिया, लेकिन इस पूरी टूर्नामेंट को भी रसप्रद बना दिया, रोचक बना दिया। आपने शानदार विजय प्राप्त की है। मेरी तरफ से मैं आपको बहुत बहुत बधाई देता हूं, बहुत बहुत शुभकामनाएं देता हूं। ഇന്ത്യ രാജ്യമൊന്നാകെ ആനന്ദിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ് ഈ ടീം അംഗങ്ങളെ. എന്താണെങ്കിലും ആ നേട്ടം അത് വലുത് തന്നെയാണ്. ഡോക്ടർ അജിത് കുമാർ, ഇന്നലെ ജസ്പ്രീത് ബുംറയ്ക്കാണ് പ്ലെയർ ഓഫ് ദ സീരീസ് പുരസ്കാരം നൽകിയത്. ഈ ജസ്പ്രീത് ബുംറ പ്ലെയർ ഓഫ് ദ സീരീസ് ആകുമ്പോൾ ഒരുപക്ഷേ അതിലുമേറെ വിക്കറ്റ് നേട്ടങ്ങളിലുമൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന, റൺ നേട്ടയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളുണ്ട്, പക്ഷേ താരങ്ങളുണ്ട്. അപ്പോഴും ബുംറ എന്നുള്ള ആ പേര് പൂർണ്ണമായും പ്ലെയർ ഓഫ് ദ സീരീസ് എന്നുള്ള ആ പുരസ്കാരത്തിന് നീതീകരിക്കുന്ന നാമമാണ് എന്ന് തോന്നിപ്പോയി. അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം അതൊരു പക്ഷേ ഇന്ത്യയിൽ ജന്മമെടുത്ത ഏറ്റവും മികച്ച പേസ് ബോളർ എന്നുള്ള ഒരു ഇതിഹാസ പേസ് ബോളർ എന്നൊക്കെ എന്നും വിശേഷിപ്പിക്കപ്പെടേണ്ട ഒരു പേരിലേക്ക് ജസ്പ്രീത് വളർന്നില്ലേ? തീർച്ചയായിട്ടും വൺ ഓഫ് ദ ബെസ്റ്റ് ബോളേഴ്സ് ഇന്ത്യ ഹാസ് എവർ പ്രൊഡ്യൂസ്. നമ്മളൊരു ശരിക്കും അദ്ദേഹത്തെ നമുക്ക് നമ്മുടെ കപിൽ ദേവിന്റെ ആ ലെവലിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. കാരണം നമ്മളെപ്പോഴും ഇന്ത്യയുടെ ഏറ്റവും ബെസ്റ്റ് ബോളർ ആരാന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന പേര് കപിൽ ദേവാണ്. ഫാസ്റ്റ് ബോളർ കപിൽ ദേവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ളവര്. പക്ഷെ ഇത് ബുംറ അത് ഏറ്റവും അത്യാവശ്യം അപ്പൊ താങ്കൾ വളരെ നന്നായിട്ട് ആ 16th ഓവറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. എങ്ങനെ വിക്കറ്റ് എടുത്തിട്ടെങ്കിലും ആ ടീമിനെ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ള ഒറ്റ മനസ്സിലാണ് ബുംറ ബോൾ ചെയ്യുന്നത്. ഏത് മത്സരം നമ്മൾ എടുത്താലും നമുക്ക് കാണാം അദ്ദേഹത്തെ നമ്മുടെ രോഹിത് വളരെ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. കൃത്യമായിട്ടാണ് പലപ്പോഴും ഞാൻ ഒരു മത്സരത്തിൽ ഇപ്പോൾ ഓൾറെഡി അദ്ദേഹത്തെ ഓപ്പണിംഗ് കൊടുത്തില്ല. അദ്ദേഹം സിറാജും ആർഷ്ദീപാണ് ആദ്യത്തെ മത്സരങ്ങളിൽ ഓപ്പൺ ചെയ്തത്. ന്യൂ ബോൾ കൊടുത്തില്ല. പക്ഷെ അതിന്റെ ഗുണവും നമ്മൾ മനസ്സിലാക്കി. ക്രൂഷ്യൽ മൊമെന്റില് അദ്ദേഹത്തിന് ഓവേഴ്സ് ബാക്കി വെക്കുക, കളി കയ്യിൽ നിന്ന് വിട്ടുപോകുന്നു എന്ന ലെവലില് ബുംറയെ കൊണ്ടുവന്ന് ബുംറ ഒരു വിക്കറ്റ് എടുക്കുക. ഇതൊക്കെ നമ്മള് ഈ ഫുൾ ടൂർണമെന്റിൽ കണ്ട ഒരു കാര്യമാണ്. ഇത് ശരിക്കും ബുംറയുടെ ടൂർണമെന്റ് ആയിരുന്നു. വിക്കറ്റ് ആർഷ്ദീപിന് ഇദ്ദേഹത്തെക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നെങ്കിലും ഇതൊരു ബുംറയുടെ ടൂർണമെന്റ് ആയിരുന്നു. ബുംറ ആസ് എ ബാറ്റർ ബോളർ തീർച്ചയായിട്ടും ഒരു ഇന്റർനാഷണലി എല്ലാവർക്കും ഇദ്ദേഹത്തിന്റെ ആ ഒരു ക്ലാസ് മനസ്സിലാക്കാൻ പറ്റും. എല്ലാ മാച്ചസിലും അതാണ്. ഒരൊറ്റ മാച്ച് പോലും അദ്ദേഹം ഫെയിൽ ചെയ്തില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ഒറ്റ മാച്ചിൽ ഇത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് ഇപ്പോഴാണ് വിചാരിക്കുന്നത്. പലപ്പോഴും കഴിഞ്ഞ T20 ലോകകപ്പിന് കളിച്ചില്ല അദ്ദേഹം. അതിന്റെ ആബ്സൻസ് നമുക്ക് ശരിക്ക് ഇന്നിപ്പോ ഫീൽ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ പ്രസൻസ് കാണുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഫുള്ളി ഡിസേർവ്ഡ് ആണ്. മാത്രമല്ല പ്രധാനമന്ത്രിയുടെ വേർഡ്സ് കേൾക്കുമ്പോൾ എനിക്ക് വളരെ ഒരു അദ്ദേഹം ODI വേൾഡ് കപ്പ് ഫൈനൽസ് കാണാമെന്ന് അന്നത്ത് സങ്കടപ്പെട്ട് അവരുടെ ഡ്രസ്സിംഗ് റൂമിൽ പോയി എല്ലാവരും ആശ്വസിപ്പിക്കുന്ന ഒരു അത് മാത്രം അദ്ദേഹം പറഞ്ഞു ഫ്യൂച്ചറിൽ നമുക്ക് ജയിക്കാം എന്നുള്ള ഒരു വാക്കും അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എത്രയും സന്തോഷത്തോടെ അദ്ദേഹം ഇന്ന് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ November 20 കഴിഞ്ഞ ലോകകപ്പ് ഫൈനൽസിന്റെ കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഈ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി അവരോട് പ്ലേയേഴ്സിനെ ആശ്വസിപ്പിക്കുന്ന ആ ഒരു നല്ലൊരു സീൻ നമ്മളെല്ലാരും കണ്ടതാണ്. അപ്പൊ അതിന്റെ ഒരു തുടർച്ചയായിട്ട് അദ്ദേഹത്തിന്റെ ആ ഇത് വാക്കുകൾ കേൾക്കുമ്പോൾ വളരെ സന്തോഷം വന്നു. മാത്രമല്ല ക്രിക്കറ്റ് നന്നായിട്ട് അറിയുന്ന ഒരു പ്രധാനമന്ത്രിയാണ് കേട്ടോ. ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് BCCI പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ ആദരണീയ പ്രധാനമന്ത്രി. അതും കൂടി പലർക്കും അറിഞ്ഞുകൂടാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ക്രിക്കറ്റിന് നന്നായിട്ട് അറിയാവുന്ന ഒരാൾ, അല്ലാണ്ട് അറിയാത്ത ഒരാളല്ല എന്നുള്ള ഒരു കാര്യം കൂടി ഈ അവസരത്തിൽ എനിക്ക് പറഞ്ഞാൽ കൊള്ളാം. തീർച്ചയായിട്ടും എന്താണെങ്കിലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണെങ്കിലും ഇന്ത്യ അങ്ങനെ ലോകകപ്പിൽ കിരീടം സ്വന്തമാക്കി ലോകത്തിന്റെ നെറുകയിൽ എത്തി നിൽക്കുന്ന മനോഹരമായിട്ടുള്ള ദിവസമാണ്. ഒരുപക്ഷെ ഇന്നലെ രാജ്യം ഉറങ്ങിയിട്ടുണ്ടാവില്ല, അത്രമാത്രം സന്തോഷത്തിലായിരിക്കും ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഡോക്ടർ അജിത് കുമാർ, ഈ
ഈ ടൂർണമെന്റിൽ ഇന്ത്യയുടെ ഒരു പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഇന്നലെയും സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, ഇത്തവണ മാത്രമാണ് ഒരു വ്യക്തിഗത മികവിനെ നമ്മൾ ആശ്രയിച്ചിട്ടില്ല. അതായത് ഇന്ത്യൻ ടീമിൻ്റെ ഒരു സൂപ്പർമാൻ എന്നുള്ള തരത്തിൽ വിരാട് കോഹ്ലിയോ അല്ലെങ്കിൽ രോഹിത് ശർമ്മയോ അല്ലെങ്കിൽ ജസ്പ്രീത് ബുംറയോ അങ്ങനെ ഒരു വ്യക്തിയെ ആശ്രയിച്ചിട്ടില്ല എന്നുള്ളതാണ്. ടീം കോമ്പിനേഷൻ ഒരു പതിവ് രീതികളിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യ ഒരു ഫുൾ ഓൺ മോഡലായിരുന്നു. അതായത് ഓൾറൗണ്ട് മികവായിരുന്നു ഇന്ത്യയുടെ എന്നത് എടുത്തു പറയണം. അപ്പോൾ എല്ലാ കാലവും നമ്മൾ ഒരു ഉൾക്കൊള്ളേണ്ട പാഠവും കൂടിയല്ലേ അത്. അതായത് ഒരു ബാറ്ററെയോ അല്ലെങ്കിൽ ഒരു ബോളറെയോ ആശ്രയിച്ചുള്ള മുന്നേറ്റമല്ല വിശ്വവിജയത്തിന് ആധാരമെന്ന്. തീർച്ചയായിട്ടും അത് നല്ലൊരു പാഠമാണ്. ഇന്ത്യൻ ക്രിക്കറ്റിന് നല്ലൊരു പാഠമാണ് ഈ മത്സരം. നമ്മള് 12 പേര് മാത്രമേ കളിപ്പിച്ചിട്ടുള്ളൂ. അതായിരുന്നു അതിന്റെ ഏറ്റവും വലിയ ക്രിറ്റിസിസം. 3 പേര് ശരിക്കും പറഞ്ഞാൽ അവര് പാസഞ്ചേഴ്സ് ആയിട്ട് മാറി. പക്ഷെ എന്നാലും ആ ഒരു എനിക്ക് ഇപ്പോഴും ദ്രാവിഡ് കുറച്ച് ട്രഡീഷണൽ ആണ്. ദ്രാവിഡിന്റെ ആ ഒരു എനിക്കറിയാം, ദ്രാവിഡാണ് തീരുമാനിക്കുന്നതല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഫൈനൽ ആ വിന്നിങ് കോമ്പിനേഷനുള്ള വിശ്വാസം അതായിരിക്കും ടീമിനെ ഇനിയും കൂടുതലും ഒരു ഒന്നിപ്പിച്ചതെന്ന് തോന്നുന്നു. വിന്നിങ് കോമ്പിനേഷന് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റ് പണ്ട് ഈ ട്രഡീഷണലിസ്റ്റിനെ ഉള്ളത്. എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ അടുത്ത ഗൗതം ഗംഭീർ അത് അങ്ങനത്തെ ഒരു സ്റ്റൈൽ എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മാത്രമല്ല ഇന്നലെ ഇൻഡയറക്ട്ലി ഗംഭീർ പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് അദ്ദേഹത്തിന് ഈ ടീമിന് യാതൊരു ചേഞ്ച് വരാത്തത് സന്തോഷമായില്ല എന്നുള്ളത്. ഏതോ ഒരു ഇതില് അദ്ദേഹം പറഞ്ഞ പോലെ പറഞ്ഞിരുന്നത് ഞാൻ കണ്ടു. അപ്പം ഗംഭീർ അത് കണ്ടിന്യൂ നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഇത്തവണ ദ്രാവിഡ് ക്ലിയർ ആയിട്ടുള്ള പോളിസി ഫോളോ ചെയ്തു. ഈ 11 ദേ ആർ ഡൂയിങ് റിയലി വെൽ. ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് മാച്ചസ് നമ്മൾ വിജയിച്ചു. നമുക്ക് ഈ മത്സരങ്ങളെല്ലാം ഈസി ആയിരുന്നില്ല. പല മാച്ചസും ഈവൻ USA ആയിട്ട് ആദ്യത്തെ 3 വിക്കറ്റ് വേഗം പോയി. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഔട്ടായി. അവസാനം സൂര്യകുമാറും ദുബൈ കൂടിയിട്ടാണ് നമ്മൾ വിജയിപ്പിച്ചത്. അപ്പൊ പല മത്സരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. കൃത്യതയോടെ നമ്മുടെ ഒരാൾ ഫെയിൽ ചെയ്യുമ്പോൾ മറ്റേ ആൾ നന്നായിട്ട് ബാറ്റ് ചെയ്യുക. അതിന്റെ ഒരു നല്ല ഉദാഹരണമാണ് ഇതിൽ അക്സർ പട്ടേലിന് അദ്ദേഹം നമ്പർ 5 അയച്ചത്. അതാണ് ഒരു ടീം മാനേജ്മെന്റിന്റെ ഒരു മിടുക്ക്. പാകിസ്ഥാനുമായിട്ടും അദ്ദേഹത്തിന് അക്സർ പട്ടേൽ നേരത്തെ അയച്ചു ആദ്യത്തെ വിക്കറ്റ്സ് വീണപ്പം. അതുപോലെ തന്നെ ഈ മത്സരത്തിനും അക്സർ പട്ടേലിന് അതൊരു മാസ്റ്റർ സ്ട്രോക്ക് ആയിരുന്നു. ആ അൺഫോർച്ചുനേറ്റ് റൺഔട്ട് വന്നില്ലെങ്കിൽ എനിക്കൊന്നുകൂടെ അക്സർ പട്ടേലുമായിട്ട് സ്കോർ മോർ. നമ്മൾ ആ പാർട്ട്ണർഷിപ്പ് നന്നായിരുന്നു. 176 നമ്മൾ 200 വരെ എത്തിയത്. ഇതാണ് അവിടെയാണ് ഈ ഒരു ജീനിയസിന്റെ ഒരു സൈൻ കാണിക്കുന്നത്. ടീം മാനേജ്മെന്റിന്റെ ആ ഒരു ജീനിയസ് ആയിരുന്നു. അത് പലയിടത്തും പല വേളകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് നമ്മുടെ വിജയത്തിന് ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും ഡോക്ടർ അജിത് കുമാർ, ഞാൻ ഇപ്പോൾ താങ്കൾ ഈ ദ്രാവിഡിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ദ്രാവിഡിന്റെ പ്രതികരണത്തിലേക്ക് പോയില്ലായിരുന്നു. ദ്രാവിഡിന്റെ പ്രതികരണം അത് നമുക്ക് ഒഴിവാക്കാനും കഴിയില്ല. കാരണം ഇന്ത്യൻ ടീമിന്റെ പരിശീലകൻ അങ്ങനെ ലോക കിരീടം നേടി തന്നെ ആ ദൗത്യം അവസാനിപ്പിക്കുകയാണ് എന്നുള്ളതാണ്. രാഹുൽ ദ്രാവിഡ് സന്തോഷം പങ്കുവെച്ചു മത്സരശേഷം. You know, as a player, I was not lucky enough to win a trophy, but I tried my best. You know, I gave my best whenever I played, and it wasn't to be. That happens. It's part of sport. There are a lot of other players I know who have not been able to win a trophy. I was lucky to be given the opportunity to coach a team, and I was lucky that this bunch of boys made it possible for me to be able to win this trophy, and it's a great, nice feeling. But it's not like I'm aiming for some redemption. It's just a job that I was. രാഹുൽ ദ്രാവിഡ് ഇന്ത്യൻ പരിശീലകന്റെ വാക്കുകളാണ്. ഞാൻ അതിനു മുമ്പ് 2 പ്രേക്ഷകർ കൂടി നമ്മളൊപ്പം ഈ സന്തോഷം പങ്കുവെക്കാൻ ചേരുന്നുണ്ട്. ആദ്യം തൊടുപുഴയിൽ നിന്ന് അനൂപാണ് വിളിക്കുന്നത്. അനൂപ്, മത്സരം പൂർണ്ണമായിരുന്നു കണ്ടോ? ഇന്നലെ ഉറങ്ങിയോ? ആഘോഷമൊക്കെ കഴിഞ്ഞ്? എൽദോ ചേട്ടാ, മത്സരം ഫുള്ള് കണ്ടായിരുന്നു. 2007 ലോകകപ്പ് 2020 ലോകകപ്പ് ഫൈനൽ അടിച്ച അതേ ടെൻഷൻ അത് തന്നെയായിരുന്നു ഇന്നലെയും. നമ്മൾ ഇന്നലെ ഒരു 30 റൺസ് മതി ദക്ഷിണാഫ്രിക്കയ്ക്ക് എന്നുള്ള ഘട്ടത്തിൽ അവരുടെ സ്റ്റാർ ബാറ്റ്സ്മാൻമാരെല്ലാം നിൽക്കുന്നു. ഇന്ത്യ തോറ്റു എന്ന് നമ്മളൊക്കെ പേടിച്ച സമയം. പക്ഷെ നമുക്ക് ബുംറ ഉണ്ടായിരുന്നു. പിന്നീട് എല്ലാവരും ഒരു ഘട്ടത്തിൽ വെറുത്ത്, പ്രത്യേകിച്ച് കഴിഞ്ഞ IPL-ലൊക്കെ നമ്മൾ വെറുത്ത ഹാർദിക് പാണ്ഡ്യ ഒടുവിൽ സ്നേഹിച്ചു പോയി എന്ന് തന്നെ പറയണം. കാരണം പാണ്ഡ്യയുടെയൊക്കെ ലാസ്റ്റ് ഓവർ അത്രത്തോളം ക്രൂഷ്യലായിരുന്നു. ഏറ്റവും എടുത്തു പറയേണ്ടത് സൂര്യകുമാർ എടുത്ത ആ ക്യാച്ചിൽ. ഒരുപക്ഷെ ആ ക്യാച്ച് ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യ തോറ്റേനെ. ഏതായാലും ഓവറോൾ ഈ 2020 ലോകകപ്പിലേക്ക് വന്നാൽ ആദ്യഘട്ടത്തിൽ മുതൽ അപരാജിത കുതിപ്പ് തുടരുന്ന ടീം ഇന്ത്യ നമുക്ക് അർഹതപ്പെട്ട കിരീടം നേടി. എല്ലാറ്റിനും അപ്പുറം രോഹിത് ശർമ്മ എന്ന നായകൻ
ഹേറ്റേഴ്സ് ഇല്ലാത്ത രോഹിത് ശർമ്മയ്ക്ക് ഈ കപ്പോടുകൂടി മടങ്ങേണ്ടത് ഒരു കാലത്തിന്റെ കാവ്യനീതിയായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. വളരെ കൃത്യമാണ് അനൂപ്. എന്താണെങ്കിലും ഒരുപാട് സന്തോഷം രാവിലെ പ്രതികരിച്ചതിന്. മറ്റൊരു പ്രേക്ഷകൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അത് ഹലോ, ആരാണ്, എവിടുന്നാണ്? ഞാൻ കൊല്ലം ജില്ല. ആണോ? ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ മത്സരമൊക്കെ? തകർത്തോ? സാർ അത്ഭുതപ്പെട്ട കളി സാർ, പേടിച്ചു പോയി സാർ. 69 ആയപ്പം എനിക്ക് പേടിയായിപ്പോയി സാർ, മരിച്ചു പോകുന്നു അത്രയ്ക്കുണ്ടായിരുന്നു സാർ. അയ്യോ, അത്രയും ടെൻഷൻ അടിച്ചല്ലേ? ഭയങ്കര കളിയായിരുന്നു, ഭയങ്കര കളി സാർ. ബുംറ ഒന്ന് കെട്ടിപ്പിടിക്കാനുള്ള ആഗ്രഹം എന്റെ ജീവിതത്തിൽ ബാക്കി വന്നു. ആഹാ, ഓക്കെ. അപ്പൊ ബുംറയാണോ മത്സരം തിരികെ കൊണ്ടുവന്നത്? നല്ല കളി സാർ, എല്ലാ കളിയും ഞാൻ കണ്ടതാണ്. ഏറ്റവും ഗംഭീരമായി കളിച്ചതാരാണ്? ഏത് പ്ലെയറാണ് ഏറ്റവും ഗംഭീരമായി ടൂർണമെന്റിൽ കളിച്ചത്? ഏത് ഇന്ത്യൻ താരാണ് ഏറ്റവും നല്ലത് കളിച്ചത്? ബുംറ തന്നെയാണ് സാർ. ബുംറ ഫാനാണല്ലേ? കാരണം റണ്ണല്ല സാർ, വിക്കറ്റ് വീണില്ലെങ്കിൽ നമ്മുടെ കാര്യം കഷ്ടമാണ് സാർ. ഓക്കെ, കൊള്ളാം കൊള്ളാം. എന്തായാലും എനിക്ക് ഒരു പരാതികളുണ്ട് സാർ. എന്ത് പറ്റി പറഞ്ഞു? ഈ നമ്മുടെ സഞ്ജു സാംസൺ ഒരു കളിയിൽ ഇട്ടത് കളഞ്ഞത് കഷ്ടമായി പോയി സാർ. അപ്പൊ കളിക്കും സാർ, കളിക്കുന്നറിയാണ്. ആദ്യമായിട്ട് ഇറങ്ങിയപ്പോ പറ്റിപ്പോയതാണ്. അതൊക്കെ ടീം മാനേജ്മെന്റിന്റെ കാര്യങ്ങളല്ലേ? ടീമല്ലേ തീരുമാനിക്കാം, മാനേജ്മെന്റല്ലേ തീരുമാനിക്കാം. നമുക്കിപ്പോ എന്നാലും നമുക്കൊന്നും പറയാൻ ഒരു മാധ്യമവും ഇല്ലല്ലോ സാർ. കിട്ടിയ സന്ദർഭത്തിൽ പറയുകയാണ്. ഇത് ഭയങ്കരമായ സന്തോഷമാണ് സാർ. മാത്രമല്ല നമ്മുടെ ഫോണൊക്കെ അവിടെ എടുത്ത് നമ്മളോട് പ്രതികരിക്കാനാണ് ഏറ്റവും വലിയ നന്ദി. താങ്ക് യു സോ മച്ച്. എന്തായാലും വിളിക്കാം കേട്ടോ, പ്രേക്ഷകർക്ക് പ്രതികരിക്കാം. വിനായകൻ കൂടി ചേരുന്നുണ്ട്, ഗുരുവായൂർന്ന്. വിനായകൻ, എങ്ങനെയുണ്ട് മത്സരം കഴിഞ്ഞപ്പോൾ? എങ്ങനെയാ ഈ ഇരിപ്പിടത്തിലൊക്കെ ഇരുന്ന് തന്നെയാണോ കളി കണ്ടത്? അല്ല ഒരിക്കലും അല്ല. എന്റെ ഫോണൊക്കെ ഞാൻ വലിച്ചെറിഞ്ഞു. പിന്നെ ആ ഒരു 15th 14th ഓവറായപ്പോ തന്നെ ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടി. എന്താ പറയാ, ഒരു 8 മാസം മുമ്പ് എന്താണോ നടന്നത് അതേ ഫുള്ള് ഫ്ലാഷ് ബാക്ക് തലയുടെ ഉള്ളില്. പക്ഷെ അവസാനം എന്താ അത് കിട്ടി. കൊറേ കൊല്ലത്തിന്റെ കാത്തിരിപ്പാണ് അത്. വളരെ സന്തോഷം. ഇനി വിരാട് കോഹ്ലിക്കായാലും രോഹിത് ശർമ്മയ്ക്കായാലും കറക്റ്റ് ടൈമായിരുന്നു അവർക്ക് ഇത് T20 റിട്ടയർ ചെയ്യാൻ. സോ വളരെ ഹാപ്പിയാണ്. താങ്ക് യു വിനായകൻ. ഡോക്ടർ അജിത് കുമാർ, ഈ പ്രേക്ഷകരൊക്കെ പങ്കുവെക്കുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അവർക്ക് തന്നെ പലപ്പോഴും വാക്കുകൾ കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട്. അവരിങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ വികാരഭരിതമായി നിൽക്കുന്നത്. അത് രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു അവസ്ഥയാണോ എന്ന് തോന്നുന്നു. ഇനി ഈ 2020 ഭാവി അത് ഇന്ത്യ എങ്ങനെയാണ് കരുതേണ്ടത്? പ്രത്യേകിച്ചും ഇപ്പോൾ രോഹിത്, വിരാട് പടിയിറങ്ങുന്നു, സീനിയർ താരങ്ങളായി എപ്പം മാറും? അപ്പോൾ ജസ്പ്രീത് ബുംറയും ഹാർദിക് പാണ്ഡ്യയും. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ഒരു നെക്സ്റ്റ് ജനറേഷൻ അത് ആരൊക്കെയായിരിക്കും? ഇന്ത്യക്ക് നല്ലൊരു ബെഞ്ച് സ്ട്രെങ്ത് ഉണ്ട്. ഇപ്പം അധിക വർഷവും ഒന്നുകിൽ ഹാർദിക് പാണ്ഡ്യ അല്ലെങ്കിൽ സൂര്യകുമാർ ക്യാപ്റ്റനാവും. എനിക്ക് തോന്നുന്നു ഹാർദിക് പാണ്ഡ്യ വുഡ് ബി ദ ബെറ്റർ ക്യാപ്റ്റൻ. കാരണം അദ്ദേഹമാണ് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആള്. ഗുജറാത്ത് ടൈറ്റൻസ്, കാര്യം മുംബൈ ഇന്ത്യൻസിനോട് അദ്ദേഹം ഫെയിൽ ചെയ്തെങ്കിലും ഗുജറാത്ത് ടൈറ്റൻസിന് അദ്ദേഹം ലീഡ് ചെയ്തത് നന്നായിട്ട് അറിയാം. ഹാർദിക്കാണെങ്കിലും ഏറ്റവും സൂട്ടബിൾ ക്യാപ്റ്റൻ എന്ന നിലയിൽ സൂര്യകുമാറാണ് വൈസ് ക്യാപ്റ്റൻ. ഇവർ രണ്ടുപേരായിരിക്കും ഇനി ഫോക്കൽ പോയിന്റ്സ് ആവുമ്പോൾ. പക്ഷെ ഇനി നമ്മുടെ ജയ്സ്വാളിന് ചാൻസ് കിട്ടും, നമ്മുടെ സഞ്ജുവിന് ചാൻസ് കിട്ടും. ഇവരൊക്കെ ലോകോത്തര കളിക്കാരാണ്. ഇവർക്കൊരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ അവർ നന്നായിട്ട് പെർഫോം ചെയ്തേനെ. നല്ലൊരു ബെഞ്ച് ഉണ്ട്. ശുഭ്മാൻ ഗിൽ കളിക്കാൻ നമ്മൾ കൊണ്ടുപോയില്ല. KL രാഹുൽ, റിങ്കു സിംഗ് അവിടെ ഇരുന്ന് അവർക്ക് ഒരു ബാക്കപ്പ് പ്ലെയർ ആയിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ ഉണ്ട്. ഇവരൊക്കെ വരുമ്പോഴേക്കും ടീമിന്റെ ക്വാളിറ്റിയിൽ വലിയ വ്യത്യാസമൊന്നും വരാൻ പാടില്ല. രോഹിത്തും വിരാട്ടും പോയി കാര്യം നമുക്ക് സെന്റിമെന്റലി അവരോടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടെന്നല്ലാതെ ഒരു ഓവറോൾ പെർഫോമൻസ് ഇന്ത്യ ഇനി മുകളിലേക്ക് പോകും. അല്ലാണ്ട് ഒരു ഹൈറ്റ് ഓഫ് ഗ്ലോറിയിലേക്ക് നമ്മൾ പോകാൻ പോണത്, അല്ലാണ്ട് നമ്മൾ താഴോട്ട് പോകാൻ പോണില്ല. അടുത്ത ലോകകപ്പ് എത്തുമ്പോഴേക്കും ഇനിയും നല്ല ലെവല്. പക്ഷെ അതുപോലെ തന്നെ മറ്റു ടീംസും നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരിക്കലും മറ്റു ടീംസിനെ താഴെ കാണിപ്പോ വെസ്റ്റ് ഇൻഡീസിന്റെ കാര്യം വളരെ അവര് എനിക്ക് തോന്നി ഒരു ബാഡ് ലക്കായിരുന്നു. അല്ലെങ്കിൽ അവര് ശരിക്കും സൗത്ത് ആഫ്രിക്ക തോൽപ്പിക്കേണ്ടതായിരുന്നു. അങ്ങനത്തെ ഒരു ടീമാണ്. അഫ്ഗാനിസ്ഥാനോട് നിക്കലസ് പൂരിന്റെ 98 ഞാൻ കണ്ടതാണ്. എന്തൊരു ഇന്നിങ്സ് ആയിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരു ടീംസ് എല്ലാം അവരെല്ലാവരും ഉയർന്ന തലത്തിലേക്ക് എത്തും. കോമ്പറ്റീഷൻ ഇനിയും കൂടും, ഇന്റൻസിറ്റി കൂടുതലായിരിക്കും, ക്വാളിറ്റി ഓഫ് ദ ഗെയിം വളരെയധികം കയറും. പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പണ്ട് T20 ഒരു ബാറ്റ്സ്മാൻസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റുമോ? നമ്മൾ ബോളേഴ്സ് ആ ലെവലിലേക്ക് ഉയർന്നില്ലേ? ഇന്ത്യയിലെ മാത്രമല്ല എല്ലാ ബോളേഴ്സും, എല്ലാ രാജ്യങ്ങളും T20 ബോളേഴ്സും ആ ഒരു ഉയർന്ന തലത്തിലേക്ക് വന്നിട്ടുള്ളത്
അത് നമ്മുടെ ഈ ഗെയിമിന് നല്ലൊരു കാര്യമാണ്. അപ്പൊ T20 ഒരിക്കലും ഒരു ബാറ്റ്സ്മാൻസ് ഗെയിം ആയിരിക്കില്ല ഫ്യൂച്ചറിൽ. അത് രണ്ടുപേർക്കും ഒരേപോലെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആ വിക്കറ്റ്സ് കുറച്ച് നന്നാക്കണം. അത് ആക്ച്വലി ഇന്നലെ എനിക്ക് ബാർബഡോസിന്റെ വിക്കറ്റ് പറ്റി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ബോളേഴ്സിനും ചാൻസ് ഉണ്ടായിരുന്നു, സ്പിന്നേഴ്സിനോട് ചാൻസ് ഇല്ലെങ്കിൽ പേസ് ബോൾ അവരുടെ പേസ് ബോളേഴ്സും നന്നായിട്ട് ബോൾ ചെയ്തില്ലേ. മഹാരാജ ആദ്യത്തെ 2 വിക്കറ്റ് എടുത്തു എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാ വിക്കറ്റ് എടുത്ത് അവരുടെ പേസ് ബോളേഴ്സ് ആണ്. സ്റ്റോയിനിസൺ നന്നായിട്ട് ബോൾ ചെയ്തു. വളരെ എല്ലാവരുടെയും നോർക്കെ നന്നായിട്ട് ബോൾ ചെയ്തു. അദ്ദേഹത്തിന്റെ ബോളിംഗ് വളരെ ഇംപ്രസീവ് ആയിരുന്നു, യാതൊരു സംശയം. ജാൻസൺ മാത്രമാണ് ഇതിൽ ഫെയിൽ ചെയ്തത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ബോളേഴ്സ് അവരുടെ ബോളേഴ്സും നന്നായിട്ട് ചെയ്തു. അല്ലെ 176 അവര് ഇന്ത്യയെ കൺട്രോൾ ചെയ്തത്. ആക്ച്വലി 200-220 എത്തുന്നതാണ് വിചാരിച്ച തുടക്കം, വിരാട് കോഹ്ലിയുടെ തുടക്കം കണ്ടപ്പോൾ. പക്ഷെ നമ്മൾ അവരെ 176 നിർത്തി എന്നുള്ളത് അവരുടെ ബോളിംഗ് സ്ട്രെങ്ത് ആണ് കാണിക്കുന്നത്. ഓവറോൾ T20 സ്റ്റാൻഡേർഡ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ടീമിന് ഇവർ രണ്ടുപേരും തുടക്കത്തിൽ നമ്മൾ ഇവരെ മിസ് ചെയ്യെങ്കിലും സംശയമില്ല ടീമിൽ ഓവർകം നമ്മുടെ ബെഞ്ച് സ്ട്രെങ്ത് ഇന്ത്യൻ ടീമിനെ വീണ്ടും നെറുകയിലേക്ക് തന്നെ എത്തിക്കുന്നതിന് യാതൊരു സംശയമില്ല. നമ്മൾ നമ്പർ 1 ആയിട്ട് തുടരുകയും ചെയ്യും. താങ്ക് യു സോ മച്ച്. എന്തായാലും താങ്ക് യു സോ മച്ച് ഡോക്ടർ അജിത് കുമാർ. എനിക്കറിയാം താങ്കൾക്ക് മറ്റ് കമ്മിറ്റ്മെൻറ്റുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ താങ്കളെ ഫ്രീ ആക്കുന്നത്. എന്താണല്ലോ ഒരുപാട് സന്തോഷം നമ്മോടൊപ്പം രാവിലെ തന്നെ പങ്കുചേർന്നതിന്. എന്തായാലും ഇന്ത്യയുടെ ജയത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു. അപ്പോൾ എന്താണെങ്കിലും ഒരു പ്രേക്ഷകൻ കൂടി നമ്മോടൊപ്പം ഇപ്പോൾ ഉണ്ട്. തൃശ്ശൂരിൽ നിന്നും കണ്ണനാണ്. കണ്ണൻ, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ ഇന്ത്യയുടെ ജയമൊക്കെ കണ്ടിട്ട്? ഇങ്ങനെ ത്രസിച്ചു പോയോ? ജയം കണ്ടിട്ട് ഞാൻ ജയം എല്ലാ കളികളും കാണാമെന്നാണ്. പക്ഷെ ഇന്നലത്തെ വെസ്റ്റിന്റെ ഇതിലിരുന്നിട്ട് കളി ഭയങ്കര ഇതായി പോയി. ഞാൻ നേരത്തെ പടക്കം ഇതൊക്കെ വാങ്ങിക്കാനായിട്ട് കടയിലേക്ക് പോയൊന്നും കിട്ടിയില്ല. ഓക്കെ, അപ്പൊ ഏതാ കണ്ണ അതിന്റെ ഒരു നിർണായകമായത്? സൂര്യകുമാറിന്റെ ക്യാച്ച്, ഡേവിഡ് മില്ലറെ പുറത്താക്കിയത് അല്ലേ? ഡേവിഡ് മില്ലർ പുറത്താക്കിയ ക്യാച്ചിലൂടെയാണ് ഇന്ത്യ തിരിച്ചു വന്നത്. ഓക്കെ, താങ്ക് യു. ആ ക്യാച്ച് വളരെ വളരെ ഒരു ഇതായിരുന്നു. ഉറപ്പായിട്ടും ഇന്ത്യയുടെ കയ്യിലേക്ക് വന്നു. മില്ലർ പോയോടുകൂടി നമ്മൾ ജയം ഉറപ്പാക്കി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ എന്തായാലും പടക്കമൊക്കെ ഇന്നലെ കിട്ടിയില്ല കുഴപ്പമില്ല. ഇന്നാണെങ്കിലും പോയി വാങ്ങി അങ്ങ് പൊട്ടിക്കാം. ഇപ്പൊ ആഘോഷം തുടരട്ടെ. എന്തായാലും പൊട്ടിക്കണം. പൊട്ടിക്കാം. ഓക്കെ, സുദീപ് തന്നെ പ്രേക്ഷകർ കൂടി ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. സുദീപ് എവിടെ നിന്നാണ്? സുദീപല്ല, സുധീർ എന്നാണ് എന്റെ പേര്. സുധീർ എന്നാണ്. ഓക്കെ, സുധീർ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലെ കളിയൊക്കെ കണ്ടോ? ഫുള്ള് കളി കണ്ടു. പക്ഷെ എനിക്കൊരു ഏറ്റവും തീരാ നഷ്ടമുണ്ട്. എന്റെ അമ്മ ഈ കളി ഇരുന്ന് കാണുമായിരുന്നു. ഇപ്പൊ എന്റെ അമ്മ മരിച്ചിട്ട് ഏകദേശം 1 വർഷത്തോളമായി. പക്ഷെ ഈ എന്റെ അമ്മയായിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന സകല ഫൈനലുകളിലും കണ്ടിട്ടുള്ള ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച്. പക്ഷെ അതൊരു തീരാ നഷ്ടമായി. പക്ഷെ ഇന്നലത്തെ വിജയം എന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു കേട്ടോ. അമ്മ ഒരു ക്രിക്കറ്റ് ആരാധികയായിരുന്നോ? ക്രിക്കറ്റ് ആരാധികർ രോഹിത് ശർമ്മയുടെ കട്ട ഫാനായിരുന്നു. എന്തായാലും അമ്മയ്ക്കും സന്തോഷമായിട്ടുണ്ടാകും. പിന്നെ ഇന്നലത്തെ നിർണായക ഓവർ എന്ന് പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ ആ 19ാം ഓവറിന് അർഷദീപ് 4 റൺസ് ഞാൻ വിട്ടുകൊടുത്തോളൂ. അതാണ് ആ കളിയുടെ നിർണായകം. അതിൽ നിന്ന് ഏകദേശം ഒരു 10 റൺ അങ്ങനെ അധികം പോയിട്ടുണ്ടെങ്കിൽ ഹർദിക് പാണ്ഡ്യയുടെ ആ ഓവർ എറിയാനുള്ള ധൈര്യം കുറഞ്ഞു പോകുമായിരുന്നു. ആ 16 റൺസ് ഡിഫറൻറ്റ് കിട്ടിയതിനെ കൊണ്ടാണ് ഇന്ത്യ അത്രയും ആ ലാസ്റ്റ് ഓവറിൽ കളി ജയിക്കാനുള്ള ഏക കാരണവും മില്ലർ അങ്ങനെ കൂളായിട്ട് അടിക്കാനും തോന്നിയതും മില്ലറിന്റെ ക്യാച്ച് സൂര്യകുമാർ എടുത്തതും അതൊരു നിർണായക പോയിന്റാണ്. ആ 19ാം ഓവറിലെ ആ 4 റണ്ണുണ്ടല്ലോ, അതാണ് നിർണായകം. അർഷദീപിന്റെ അത്രയും ടൈറ്റ് വരാൻ കാര്യതാണ് ആ ലാസ്റ്റ് ഓവറിൽ. അതാണ് കളിയുടെ വിജയത്തിന്റെ ഏറ്റവും വലിയ ആയിട്ട് ഞാൻ കാണുന്നത് കേട്ടോ. ഓക്കെ, എന്തായാലും സുധീർ താങ്ക് യു സോ മച്ച്. എന്തായാലും പ്രദീപ് കുമാർ ഉണ്ട് തിരുവല്ലയിൽ നിന്ന്. പ്രദീപ്, എങ്ങനെയുണ്ടായിരുന്നു മത്സരം? ഒക്കെ പൂർണ്ണമായും കണ്ടോ? ഇന്ത്യ ഇങ്ങനെ ഒരു ജയം സ്വന്തമാക്കുന്നത് ഒരുപക്ഷെ മത്സരം ഇടയ്ക്കൊന്ന് കൈവിട്ടതല്ലേ, എന്നിട്ട് ഇന്ത്യ തിരികെ എത്തിയപ്പോൾ സന്തോഷം തോന്നിയില്ലേ? പ്രദീപ് കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞോളൂ. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു മില്ലറിന്റെ ഒരു ക്യാച്ച്. ആ ക്യാച്ചാണ് വളരെ നിർണായകമായത്. മില്ലറിന്റെ ക്യാച്ചാണോ ക്ലാസിന്റെ വിക്കറ്റ് ആണോ നിർണായകമായത്? മില്ലറിന്റെ ആ ഒരു ക്യാച്ച് ഇല്ലായിരുന്നെങ്കിൽ കളി ഗതി മാറൂലായിരുന്നോ? അത് ശരിയാണ്. ആ ഒരു ക്യാച്ച് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. ആ ഒരു വിക്കറ്റ് കിട്ടിയത് തന്നെയാണ് വിജയം എന്ന് ഞാൻ വിചാരിക്കുന്നത്. കളി കണ്ട് പൂർണ്ണമായിട്ടും കണ്ടായിരുന്നു. ആ ഒരു ക്യാച്ചാണ് നിർണായകമായെന്നാണ് തോന്നുന്നത്. ക്യാച്ച് എടുത്ത രീതിയും അത് തന്നെയാണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാ ഈ ടൂർണമെന്റിൽ എല്ലാ മത്സരവും കണ്ടിരുന്നോ? എല്ലാ മത്സരവും കണ്ടായിരുന്നു. ഇന്ത്യ ഒരു കളി പോലും തോക്കാതെ വളരെ സന്തോഷം തോന്നി.
ഓക്കെ റൈറ്റ്, താങ്ക് യു പ്രദീപ്. ഉണ്ണികൃഷ്ണൻ എറണാകുളത്ത് നിന്ന്. ശ്രീ ഉണ്ണികൃഷ്ണൻ, ഇന്നലെ ഈ കളി കഴിഞ്ഞ് ആഘോഷം അത് എറണാകുളത്തൊക്കെ രാത്രിയൊക്കെ ഒരുപാട് നീണ്ടു എന്നുള്ള വിവരങ്ങളൊക്കെ ഉണ്ട്. അതായത് പൂർണ്ണമായിട്ടും നിരത്തിലേക്കൊക്കെ ഇറങ്ങി വൻ ആഘോഷങ്ങളുണ്ടായിരുന്നു. ഈ ആഘോഷങ്ങൾക്ക് പങ്കു ചേർന്നായിരുന്നോ? ഞാൻ ഫുള്ളായിട്ടിരുന്ന കളി കണ്ടു. എന്തോ ഫുള്ളായിട്ട് കളി കണ്ടു. ഓക്കെ, എന്നിട്ട് മോനും ആഹ്ലാദിക്കായിരുന്നു ഇവിടെ. അല്ല ലാസ്റ്റത്തെ ഈ കളി ഞാൻ പറയുകയും ചെയ്തു 5-6 റൺസിനെങ്കിലും ജയിച്ചു. ഹലോ, ഓക്കെ, ശരി ഉണ്ണികൃഷ്ണൻ, താങ്ക് യു. എന്നാലും ഇടുക്കിയിൽ നിന്ന് രാജു എന്നൊരു ക്രിക്കറ്റ് ആരാധകനായിരിക്കും സ്വാഭാവികമായിട്ടും. രാജു എങ്ങനെയാണ്, വലിയ ക്രിക്കറ്റ് ഫാനാണോ? ഹലോ, അല്ല, ഇന്നത്തെ കളി കണ്ടിട്ട് സങ്കടം കൊണ്ട് സന്തോഷം കൊണ്ടൊന്നും കാണാൻ പറ്റിയില്ല. അയ്യോ, കണ്ടില്ലേ? അപ്പോ കണ്ടു കണ്ടെങ്കിൽ നല്ല ചന്തം ഇരിക്കുമായിരുന്നു. ഭയങ്കര ഒരു പ്രയാസം. തോക്കുക എന്നുള്ളത് ഒരു സന്തോഷം, ഒരു സങ്കടം. എന്തായാലും ജയിച്ചതിൽ വളരെ സന്തോഷം. രാജു, എന്നിട്ട് എങ്ങനെയാ ഈ ജയം കഴിഞ്ഞിട്ട് ഇപ്പോഴും ആ ഒരു സന്തോഷം അങ്ങ് സന്തോഷം കൊണ്ട് TV കണ്ടോണ്ടിരിക്കും ആണല്ലേ? ആഹാ, ക്രിക്കറ്റ് ഒക്കെ ആസ്വദിക്കാറുണ്ടോ? ക്രിക്കറ്റ് ഒക്കെ ഇഷ്ടമാണോ? ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരാണ്? അങ്ങനെ താല്പര്യമൊന്നും എനിക്കറിയില്ല. എന്നാലും അവരെല്ലാരും ഇഷ്ടമാണ്. ഇന്ത്യ ജയിച്ചു, അതിന്റെ സന്തോഷം അല്ലേ? ഇന്ത്യ ജയിച്ചു, അവരെല്ലാരും. പ്രത്യേക 4 പന്താലൊക്കെ നിൽക്കുമ്പോ പേടിച്ച് എന്റെ ചങ്ങന്ന് അടിക്കുമായിരുന്നു. എന്താ പറയണ്ടേന്നറിയാം. തോക്കുവോ എന്നുള്ള ഒരു എന്താ പറയാൻ പോലും ഒന്നും ഇല്ലാത്ത ഒരു സന്തോഷം കൊണ്ട് വളരെ സന്തോഷം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇപ്പോഴും കണ്ണു നിറഞ്ഞിരിക്കുകയാണ് അങ്ങനെ. ഓക്കെ, അത് സന്തോഷം. എന്നുള്ള വികാരഭരിതരാണ് ഈ ആരാധകർ, പ്ലേയേഴ്സിനെ പോലെ തന്നെ അല്ലേ? ശരി, രാജു ആണ് ഇടുക്കിയിൽ നിന്ന് പ്രതികരിച്ചത്. അങ്ങനെ ഒരുപാട് പ്രേക്ഷകർ പ്രതികരിക്കുന്നുണ്ട്. ശിവരാജൻ തൃശ്ശൂരിൽ നിന്ന് പ്രേക്ഷകർക്ക് വിളിക്കാം. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ടെലിഫോൺ ലൈനിലുള്ളത് ശിവരാജനാണ്, തൃശ്ശൂരിൽ നിന്ന്. ശിവരാജൻ, മത്സരം മൊത്തം ഇരുന്ന് കണ്ടോന്നോ? മൊത്തം ഇരുന്ന് കണ്ടിരുന്നു. അനങ്ങിയില്ല കസേരന്ന്? അനങ്ങില്ല. ഞാനും എന്റെ ഒരു മകനും ഉണ്ട്, അവന് 3 വയസ്സായി. അവന് ഞാൻ ഇരുന്ന് കണ്ടു. ഞങ്ങള് പൂക്കുമ്പള്ളി ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഈ ഏരിയയിൽ കളി കാണാൻ. ഞങ്ങൾ രണ്ടാളും ഇരുന്ന് കളി കണ്ട് ഞങ്ങൾ ആകെ തകർത്തു തന്നെ രണ്ടാളും. ആഘോഷമായിരുന്നോ മത്സരശേഷം? പിന്നെ ഞങ്ങൾ രണ്ടാളും ഞാൻ കുറെ നേരമായി വിളിക്കണം, കിട്ടുന്നുണ്ടായിരുന്നില്ല. അത് ഈ പ്രേക്ഷകർ ഇങ്ങനെ വിളിക്കുന്നതുകൊണ്ടേ ലൈൻ ബിസി ആവുന്നതാണ്. പിന്നെ നമ്മുടെ സഞ്ജു ഇല്ലെങ്കിലും മലയാളി ഒരു പ്രാതിനിധ്യം ടീമിലുള്ള കാരണം നമുക്ക് കപ്പ് കിട്ടി. അതെ, അതാണ് ഇനി നമുക്ക് BCCIക്ക് ഒരു നിവേദനം കൊടുക്കണം. കാരണം മലയാളികൾ ഉള്ളപ്പോഴാണ് ഇന്ത്യൻ ടീം ലോകകപ്പ് ജയിക്കുന്നുള്ളൂ അല്ലേ? 4 കപ്പിലും ഇന്ത്യൻ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതെ, 4 കപ്പിലും. അതെ അതെ അതെ. പിന്നെ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും പോകുമ്പോ ഒരു സങ്കടം. പുതിയ പ്ലേയേഴ്സ് വരട്ടേനെ. അതെ, കളി എന്തായാലും അടിപൊളിയായി. ഓക്കെ ശിവരാജൻ, എന്തായാലും സന്തോഷം. ആ സന്തോഷം നമ്മോടും പങ്കുവെച്ചതിന് ശിവരാജനും മകനും ചേർന്നാണ് ഇത് മത്സരം കണ്ടതെന്ന് പറഞ്ഞു. വിഷ്ണു തിരുവനന്തപുരത്തുണ്ട്. വിഷ്ണു, തിരുവനന്തപുരത്തൊക്കെ ഈ ക്രിക്കറ്റ് ജയത്തിന്റെ ഒരു ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു രാത്രി? പിന്നെ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നോ? അതെ അതെ. ആഹാ, അപ്പൊ എങ്ങനെയാ ഇന്നലെ ഇങ്ങനെ ഒരു ജയം നേടുമെന്ന് വിചാരിച്ചോ? കാരണം ഒരു സമയത്ത് 30 പന്തിൽ 30 റൺസ് മതിയായിരുന്നു ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയിക്കാൻ. അതെ അതെ, അത് നല്ലൊരു കളിയായിരുന്നു. അവസാനം വന്നിട്ട് ആ ക്ലാസിന്റെ ഔട്ടും അതുപോലെ പറഞ്ഞു വിഷ്ണു. അതായത് രണ്ടും തമ്മിൽ അങ്ങോട്ട് മാറിപ്പോകുന്നുണ്ട് സൗണ്ടേ. അല്ലല്ല, TV ശ്രദ്ധിക്കണ്ട, ഫോണിൽ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. അത് നമ്മളെ ഹെൻറിച്ച് ക്ലാസിന്റെ ഔട്ടും നമ്മുടെ ബുംറയുടെ ബോളിംഗ്, പിന്നെ അവസാനം 30 ബോളിൽ 30 റൺസ് വേണ്ടിയിരുന്നില്ലേ? അപ്പൊ ഒരിക്കലും ജയിക്കുമെന്ന് വിചാരിച്ചല്ലേ. ഇപ്പോഴും ആൾക്കാർ ജയിച്ചിട്ടുണ്ട്, ആൾക്കാർ കൺഫേം അല്ല. ഓക്കെ, ആ രീതിക്കായിരുന്നു കളി. അവസാനം 1 മണി ഇരുന്ന് കളി കണ്ടു. അമ്മയ്ക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് നമ്മളെ രോഹിത് ശർമ്മ കഴിഞ്ഞ വർഷം ഇതിലെ കളി കഴിഞ്ഞപ്പം കരഞ്ഞിട്ടല്ലേ പോയത്. പുള്ളിയുടെ ആ ഒരു സന്തോഷം, കോഹ്ലിയുടെ ആ ഒരു റിട്ടയർമെന്റ് എല്ലാം കൂടെ ആയപ്പോഴേക്കും വളരെ വളരെ സന്തോഷമായി അല്ലേ? ഓക്കെ, കൊല്ലത്ത് നിന്ന് ശ്രീരാജ് എങ്ങനെയാ? ഒരുപാട് പ്ലേയറെ വിളിച്ചിട്ട് കരഞ്ഞു, സന്തോഷം പങ്കുവെക്കാൻ അത് പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നു. ശ്രീരാജിന്റെ ഒരു അവസ്ഥ എന്തായിരുന്നു? എന്റെ അവസ്ഥ എന്ന് വെച്ചാല് ഇന്നലെ ആ കളി എന്ന് വെച്ചാല് തോൽവി എന്ന് പറഞ്ഞ കളിയാണ്. ആ തോൽവി നമ്മൾ ജയിലോട്ട് എത്തിയ നിമിഷം ഉണ്ടല്ലോ, അതെ,
അത് എന്ന് വെച്ചാൽ ക്യാച്ച് നമ്മുടെ അശ്വതികുമാർ ക്യാച്ച് ആ ക്യാച്ച് നമ്മള് എടുക്കുന്ന ക്യാച്ച് എന്ന് വെച്ചാൽ ഭയങ്കരം ഒന്നും പറയാനൊക്കത്തില്ല. അമ്മാതിരി ക്യാച്ചാണ് ചെയ്തത്. അതെ 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 ഉറപ്പായിട്ടും അത് അമ്മാതിരി ക്യാച്ചാ. അതെന്താ പറയാ, ഹാൻഡ് ഓഫ് ദൈവത്തിന്റെ ഓക്കെ. താങ്ക് യു ശ്രീരാജ്. ആദിദേവ് വയനാട്ടിൽ നിന്നാണ്. വയനാട്ടിൽ എവിടെയാ? വയനാട്ടിൽ ഒരു CC എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞങ്ങളൊക്കെ ഇവിടെ 6 മണി തൊട്ട് ഫുള്ള് കളിയാണായിരുന്നു. ആഹാ, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 6ാം ക്ലാസ്സില്. 6ാം ക്ലാസ്സിൽ ക്രിക്കറ്റ് കളിക്കാൻ പോകാറുണ്ടോ? ആ, നിങ്ങളുടെ തൊട്ടടുത്തൊരു ഇന്റർനാഷണൽ പ്ലെയർ ഉണ്ടല്ലോ, മിന്നു. മിന്നുമണി പരിചയമുണ്ടോ? ഞാൻ കൃഷ്ണഗിരി കളിക്കാൻ പോകാറുണ്ട്. അവിടുന്നൊക്കെ കാണാറുണ്ട്. ആഹാ, ഓക്കെ. സ്റ്റേഡിയത്തിൽ കളിക്കാൻ പോകാറുണ്ട് അല്ലേ? എന്നിട്ട് എങ്ങനെ ഇന്നലത്തെ കളി എങ്ങനെ തോന്നി? ആദ്യക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്തായിരുന്നു കളിയിൽ? ഇന്നലെ തോറ്റു വെച്ചിരിക്കുമ്പോഴാണ് ബുംറയുടെ ഒരു ഓവർ വന്നിട്ട് എറിഞ്ഞിട്ടത്. അപ്പോഴാണ് ഒരു വിശ്വാസം വന്നത് ജയിക്കുന്നത്. പക്ഷെ ആ ബുംറ ഓവറിൽ വിക്കറ്റ് എടുത്തില്ലല്ലോ. അടുത്ത ഓവറിലല്ലേ വിക്കറ്റ് എടുത്തേ? 12ാമത്തെ ഓവറിൽ ക്ലാസ് അടിച്ചോണ്ടിരിക്കുമ്പോ വിചാരിച്ചു തോറ്റു. ബുംറ ഒരു ഓവറിൽ 4 റൺസ് മാത്രം വഴങ്ങി. അതല്ലേ ഒരു ഭയങ്കര ടേണിംഗ് പോയിന്റ് ആയത് അല്ലേ? പിന്നെ സൂര്യകുമാറിന്റെ ഒരു ക്യാച്ചും. സൂര്യകുമാറിന്റെ ക്യാച്ച് അല്ലേ? അപ്പൊ ഹാർദിക് പാണ്ഡ്യയോ? ഹാർദിക് പാണ്ഡ്യയുടെ ക്ലാസിന്റെ വിക്കറ്റ് എടുത്തതുകൊണ്ടാണ് ജയിച്ചത്. ആദ്യ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ആദ്യം ഏതെങ്കിലും ടീമിൽ കളിക്കുന്നുണ്ടോ? ഞാൻ വയനാട് under-14 സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. ആഹാ, ഏതാ, ബാറ്ററാ ബോളറാ? ഞാൻ ഓൾറൗണ്ടർ ആണ്. ആണോ? അപ്പൊ ബോളിംഗ് എങ്ങനെയാ? പേസ് ബോളർ ആണോ സ്പിന്നാണോ? പേസ് ബോളർ. ഓക്കെ. ബാറ്റിംഗിൽ റൈറ്റ് ഓർ ലെഫ്റ്റ്? റൈറ്റ്. അടിപൊളി. ഓക്കെ. അപ്പൊ എന്തായാലും ക്രിക്കറ്റിൽ ഇങ്ങനെ കളിച്ച് കയറി വരണം. എന്നിട്ട് ഇതുപോലെ ഇന്ത്യക്കൊക്കെ വേണ്ടി കളിക്കണം കേട്ടോ. മിനിമണിനെ പോലെയൊക്കെ ഇപ്പൊ തന്നെ കളിക്കണം. ഓക്കെ. ആദ്യം എന്തായാലും കൺഗ്രാജുലേഷൻസ്, ഓൾ വിഷസ് കേട്ടോ. താങ്ക് യു സർ. ഓക്കെ. ആദ്യം കുഞ്ഞ് ക്രിക്കറ്റ് ആരാധകനാണ്, ക്രിക്കറ്റ് പ്ലെയർ കൂടിയാണ്. ഓക്കെ. മിത്രൻ വിളിക്കുന്നുണ്ട് വെഞ്ഞാറമൂട്ടിൽ നിന്ന്. മിത്രൻ, ഇന്നലെ മത്സരം കണ്ടിട്ടുള്ളൊരു ആവേശം അത് ഇപ്പോഴും ഉണ്ടോ? ഇന്നലെ ഭയങ്കര ആവശ്യമായിരുന്നു. ഇന്നലെ ഉറങ്ങിയത് എന്റെ ഈ ഉറങ്ങാനുള്ള ഒരു ടെൻഡൻസി പോലും നമുക്ക് നഷ്ടപ്പെട്ടായിരുന്നു അത് കണ്ടിട്ട്. കാരണം ഒരു കളിയുടെ ഒരു ആരവം നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയായിരുന്നു. ഇന്നലത്തെ മത്സരം നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ പ്ലെയറിനും നമുക്ക് അവർക്ക് ആ ഒരു പെർഫോമൻസിന് പൈസ കൊടുക്കാം, മീൻസ് പോയിന്റ് കൊടുക്കാം. കാരണം ഓരോ പ്ലെയറും അതിൻ്റെതായ രീതിയിൽ ക്യാപ്റ്റൻസി വളരെ മികച്ച ക്യാപ്റ്റൻസി ആയിരുന്നു. കാരണം ഡീകോക്ക് ഒരു 6 അടിച്ച സമയത്ത് ഒരു കാരണവശാലും നമ്മൾ കരുതുന്നില്ല. അപ്പോഴേ പ്ലെയറിനെ അടുത്ത് ചേഞ്ച് ചെയ്ത് അതേ ഒരു സ്പെല്ലറിയും അതേ പോയിന്റിൽ ക്യാച്ച് എടുക്കുകയും ചെയ്തു. അത് പെട്ടെന്നുള്ളൊരു പിന്നെ ഓരോ ബൗളിംഗ് മാറ്റവും അതും എല്ലാം അതെ ഓരോ പോയിന്റിനും ഓരോ കളിക്കാർക്കും അതാണ് ഓരോരുത്തരുടെ വീക്ഷണം എന്ന് പറയുന്നത്. ഇന്ന കളിക്കാരൻ കൊണ്ടാണ് ആ കളിയിൽ ടേണിംഗ് പോയിന്റ് ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. അപ്പോ ഭയങ്കര ഒരു ഇന്നലെ ടീം മൊത്തത്തിലായിരുന്നു കളിച്ചത്. മിത്രം പറയുന്നത് ഒരു ഓൾറൗണ്ട് മികവിലാണ് ഇന്ത്യ ലോക കിരീടം അല്ലേ? മൊത്തത്തില് ഓൾറൗണ്ട് മികവായിരുന്നു എല്ലാവരുടെയും. അതായത് ഓരോ ടീം ഓരോ ഇൻഡിവിജ്വൽ പ്ലെയറിന്റെ ആയിരുന്നു. കാരണം ഓരോരുത്തരും നമ്മൾ വിളിക്കുന്ന ഓരോരുത്തരും പറയുന്നു ഇന്ന പ്ലെയർ ആണ്, അല്ലെങ്കിൽ ഇന്ന പ്ലെയർ ഉണ്ട്, ഇന്ന ഇതാണ്. ഇന്നലെ നമ്മുടെ ബാറ്റിംഗ് ഓർഡറിൽ തന്നെ മാറ്റം വരുത്തിയ ഭയങ്കര ഒരു ചേഞ്ചാണ്. നല്ല അതാണ് പറയുന്നത്. ഒരു ക്യാപ്റ്റൻസിയിൽ എങ്ങനെ നമ്മുടെ ടീമിനെ വിജയിപ്പിക്കാം, അല്ലെങ്കിൽ ഓരോ പ്ലെയറിന്റെയും ഇന്നലെ കോഹ്ലിയുടെ ബാറ്റിങ്ങിന്റെ മികവ് അത് എടുത്തു പറയേണ്ട ഒരു ഇതാണ്. കോഹ്ലി ആ വിക്കറ്റ് പോയപ്പോഴും കോഹ്ലി നിന്ന് കളിച്ചു. പിന്നെ 50 തികച്ചതിന് ശേഷമുള്ള ഒരു കോഹ്ലിയുടെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ബാറ്റിങ്ങും എല്ലാം നല്ലൊരു ഇതായിരുന്നു. വളരെ കൃത്യമാണ് പറഞ്ഞതുപോലെ. ഈ പറഞ്ഞ പോലെ വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ് പ്രകടനം, ഫോമിലല്ലാതിരുന്ന കോഹ്ലി 76 റൺസ്, ഫോമിലല്ലാതിരുന്ന ശിവൻ ദുബെ നിർണായകമായിട്ട് 27 റൺസ്, അങ്ങനെ ഒരു ഓൾറൗണ്ട് ഇന്നലെ ശിവൻ ദുബെ എന്തെങ്കിലും കാരണവശാല് ശിവൻ ദുബെ നേരത്തെ ഔട്ടായിട്ടില്ലെങ്കിൽ നമ്മളെല്ലാരും പറഞ്ഞേ സഞ്ജുവിനെ കളിപ്പിക്കാമായിരുന്നു എന്ന് എല്ലാരും പറഞ്ഞു. ഇതിപ്പോ ആർക്കും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആ ഒരു
നമ്മുടെ ലാസ്റ്റ് ഇതില് അവരെ 6 അടിച്ചു, 2 6ഉം 4ഉം അടിച്ച സമയത്ത് ഇന്ത്യ തോറ്റിരുന്നെങ്കിൽ പിന്നെ പഴി മൊത്തവും അക്ഷർ പട്ടേലിനായിരുന്നേ. അതെ അതെ അതെ, കാരണം ആ ഒരു പറഞ്ഞില്ല, ക്രിക്കറ്റ് അല്ലേ, അങ്ങനെയൊക്കെ സംഭവിക്കും, സാറില്ല. എന്തായാലും താങ്ക് യു സോ മച്ച് എന്തായാലും വിളിച്ചതിന്. ഇനി പ്രമോദ് കടലുണ്ടി കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പ്രമോദ്, എങ്ങനെയുണ്ടായിരുന്നു മത്സരത്തിന്റെ ആവേശം? അടിപൊളി മത്സരമായിരുന്നു. അതിൽ വഴിത്തിരിവായത് സൂര്യകുമാർ യാദവിന്റെ ആ ക്യാച്ച് തന്നെയാണെന്ന് പറയാം. എന്താന്ന് വെച്ചാൽ നമ്മുടെ ജയം 7 റൺസിനാണ്. ആ കാലെങ്ങാനും ബൗണ്ടറി ലൈൻ തട്ടിയിരുന്നെങ്കിൽ അത് ഓൾമോസ്റ്റ് 6 ആണത്. മില്ലർ ക്രീസിലുണ്ടപ്പോൾ ഒരു എതിർ ടീമിനും ജയം പ്രതീക്ഷിക്കാവുന്നതല്ല. കാരണം മില്ലർ ഒരു കില്ലർ തന്നെയാണ്. പിന്നെ നമ്മുടെ 3 വിക്കറ്റ് ആദ്യം തന്നെ നമുക്ക് നഷ്ടപ്പെട്ടപ്പോ അവിടെ അസ്കർ പട്ടേലും കോഹ്ലിയും തമ്മിലുള്ള ആ ചെറുത്തുനിൽപ്പാണ് നമ്മുടെ ഈ സ്കോറിന് ആധാരം. അതില്ലായിരുന്നെങ്കിൽ നമ്മൾ അമ്പേതായിരുന്നു. ആ ടൈമിൽ 1 വിക്കറ്റ് കൂടി നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നമ്മൾ ഈ ടോട്ടൽ എത്തില്ലായിരുന്നു. വളരെ കൃത്യമാണ് എന്തായാലും പ്രമോദ് പറഞ്ഞത്. ആ ക്യാച്ച് അതിനിർണായകമായിരുന്നു. ബൗണ്ടറി ലൈനിൽ നിന്നുകൊണ്ടുള്ള സൂര്യകുമാർ യാദവിന്റെ ഒരു ബ്രില്യൻ ക്യാച്ച് ആയിരുന്നു. അത് ഫൈനലിന്റെ ഒരു പ്രഷർ സിറ്റുവേഷൻ എന്നുള്ളതാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താങ്ക് യു പ്രമോദ്. വിഘ്നേഷ് മട്ടാഞ്ചേരിയിൽ നിന്നാണ് വിളിക്കുന്നത്. വിഘ്നേഷ്, വെങ്കിടേഷാണല്ലേ? മട്ടാഞ്ചേരി. ഓക്കെ വെങ്കടേഷ്, എങ്ങനെയാ ഈ കളിയിൽ ജയിച്ചതിന്റെ ഒരു സന്തോഷമൊക്കെ അത് ഇപ്പോഴും ഇങ്ങനെ മനസ്സിൽ നിൽക്കുകയാണോ? ഭയങ്കര സന്തോഷമായിരുന്നു. എവിടെ ഇരുന്ന ഒരുമിച്ചിരുന്ന് ഫ്രണ്ട്സിന്റെ കൂടെയാണോ ടി വി കണ്ടത്, കളി കണ്ടത്? ഹലോ, പറഞ്ഞോ. ടി വിയിൽ ശ്രദ്ധിക്കണ്ട, ഫോണിൽ ശ്രദ്ധിക്കും. പറഞ്ഞു വെങ്കടേഷ്, എങ്ങനെയുണ്ടായിരുന്നു എന്റെ ഒരു ആവേശമൊക്കെ? എങ്ങനെയാ, നിങ്ങൾ എന്താ ആഘോഷം ഉണ്ടായിരുന്നു രാത്രി? ഇതിലായിരുന്നു. ഹലോ, ഓക്കെ. എന്തായാലും വെങ്കിടേഷാണ് മട്ടാഞ്ചേരിയിൽ നിന്ന് വിളിച്ചത്. എനിക്ക് തോന്നുന്നു വെങ്കടേഷ് ടി വിയിൽ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് ആ പ്രശ്നം. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ഈ പ്രേക്ഷകർക്ക് ഇങ്ങനെ സന്തോഷം അറിയിച്ചുകൊണ്ടിരിക്കുന്നു, പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇത്രയും നേരം നമ്മൾ ലോകകപ്പിൻ്റെ ജയത്തിൽ നിൽക്കുകയായിരുന്നു. മറ്റു വാർത്തകളിലേക്ക് കൂടി പോകേണ്ടതുള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നത്. വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി, വിളിച്ചത് കിട്ടാത്ത പ്രേക്ഷകർക്ക് നന്ദി. എന്തായാലും 2020 ലോകകപ്പിൽ ഇന്ത്യ ജയം സ്വന്തമാക്കി. അങ്ങനെ 6ാമത്തെ ICC കിരീടം ഇന്ത്യയുടെ ഷെൽഫിലേക്ക് എത്തി. അത് 2 ചാമ്പ്യൻസ് ട്രോഫി, 2 ഏകദിന ലോകകപ്പ്, 2 2020 കിരീടങ്ങൾ, അങ്ങനെ 6 ട്രോഫികളായി BCCIയുടെ ഷെൽഫിൽ. സന്തോഷം. അത് 2007 ഇന്ത്യ 2020 ആദ്യ കിരീടം നേടിയെങ്കിൽ ഇപ്പോൾ 2024 2ാമത്തെ കിരീടം. 17 വർഷത്തിന്റെ കാത്തിരിപ്പാണ്. അന്ന് ധോണി നേടിയത്, ഇന്ന് രോഹിത് ശർമ്മ ഉയർത്തിയിരിക്കുന്നു. അങ്ങനെ മനോഹരമായിട്ടുള്ളൊരു ക്രിക്കറ്റ് രാവാണ് പൂർത്തിയായത്. അതിൻ്റെ ആഘോഷം രാജ്യത്ത് തുടരുന്നു. ഇനി ഈ ടീം ഇന്ത്യയിലേക്ക് തിരികെ എത്തുമ്പോൾ ഒരു വൻ സ്വീകരണം ഒരുക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അഭിനന്ദന പ്രവാഹമാണ് ലോകമെമ്പാടും നിന്നും. ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി അശ്വതി ചേരും. വീണ്ടും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. നമ്മൾ 1 മണിക്കൂർ ക്രിക്കറ്റ് ആവേശമായിരുന്നു. അത് നമ്മൾ ആഘോഷിക്കാതെ മറ്റാരാഘോഷിക്കാൻ? അതുകൊണ്ട് കൃത്യമായും 1 മണിക്കൂർ പ്രേക്ഷകർക്കും പ്രതികരിക്കാവുന്ന രീതിയിൽ നമ്മൾ ക്രിക്കറ്റിലേക്ക് പോയിരുന്നു. ആ സന്തോഷത്തിൽ മറ്റു വാർത്തകളിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. കണ്ണൂരിലെ CPM നേതൃത്വത്തിനെതിരെ ഉയർന്ന സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായുള്ള ബന്ധം ഉൾപ്പെടെയുള്ള ഗുരുതര ആരോപണങ്ങളിൽ ഘടകകക്ഷികൾക്കും കടുത്ത അതൃപ്തി. സമീപകാലത്ത് ഒന്നുമുണ്ടാകാത്ത തരത്തിലുള്ള അതിരൂക്ഷമായ വിമർശനമാണ് CPI സംസ്ഥാന സെക്രട്ടറി ഉന്നയിച്ചത്. ഇതോടെ വിവാദത്തിൽ CPM നേതൃത്വത്തിന് മറുപടി പറയാതെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. കണ്ണൂരിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ അക്ഷരാർത്ഥത്തിൽ ഇടതു രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കുകയാണ്. CPMനെ വലിയ പ്രതിരോധത്തിലാക്കിയ ആരോപണങ്ങൾ, CPMന്റെ മുൻ ജില്ലാ കമ്മിറ്റി അംഗം DYFI നേതാവ് മനു തോമസ് നടത്തിയ ആരോപണങ്ങൾ, അതിന് മറുപടിയുമായി CPI സംസ്ഥാന സമിതി അംഗം P ജയരാജനും അദ്ദേഹത്തിന്റെ മകൻ ജയിനും രംഗത്ത് വന്നത്. അതിനുശേഷം ആ വിവാദം ഇപ്പോൾ CPI കൂടി ഏറ്റെടുക്കുകയാണ്. CPMനെ പ്രത്യക്ഷത്തിൽ കുറ്റപ്പെടുത്തില്ലെങ്കിൽ പോലും പരോക്ഷമായി ശക്തമായ വിമർശനമാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബ്യൂറോ വിഷം CPMനെതിരെ ഉന്നയിക്കുന്നത്. ഇത്തരം ആരോപണങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. വിപ്ലവ പ്രസ്ഥാനത്തിന്റെ നാട്ടിൽ നിന്ന് സ്വർണം പൊട്ടിപ്പും സ്വർണ്ണക്കടത്ത് ആരോപണവും ഒക്കെ, അതും പ്രധാനപ്പെട്ട ആളുകൾക്കെതിരെ വരുന്നത് ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത വിഷയമായാണ് CPI നേതൃത്വം കാണുന്നത്. അതായത് വരും ദിവസങ്ങൾ CPMനെതിരെ ഇത് CPI അവരുടെ എതിർപ്പ് CPI നേരിട്ട് അറിയിക്കാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഇടതുമുന്നണിക്ക് സംസ്ഥാനത്താകെ ഉണ്ടായ സാഹചര്യമുണ്ട്. അതിന് തൊട്ടു പിന്നാലെ ഇത്തരം ആരോപണം
ആരോപണങ്ങൾ കൂടി വരുന്നത് മുന്നണിയെ സംസ്ഥാനത്ത് കൂടുതൽ ദുർബലമാക്കുമെന്ന ആശങ്കയാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറയാതെ പറയുന്നത്. വലിയ വിമർശനം അടുത്ത കാലത്തും CPIഎമ്മിന്റെ ഒരു ആഭ്യന്തര വിഷയത്തിൽ അല്ലെങ്കിൽ CPIഎമ്മിന്റെ ഏതെങ്കിലും നേതാക്കൾക്കോ പ്രവർത്തകർക്കോ ഘടകങ്ങൾക്കോ എതിരെ ഉയരുന്ന വിഷയങ്ങളിൽ ഇത്തരമൊരു പരാമർശം CPI നടത്തിയിട്ടില്ല. ഒരുപക്ഷെ CK ചന്ദ്രപ്പന്റെ കാലത്തിന് ശേഷം ഇത്തരം വിഷയങ്ങളിൽ വളരെ CPIയുമായി ചേർന്നു പോകുന്ന അത് അവരുടെ ആഭ്യന്തര കാര്യമെന്ന് മാത്രം പറഞ്ഞു പോകുന്ന നിലപാടാണ് CPI പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ബിനോയ് വിശ്വം അതിരൂക്ഷമായ വിമർശനമാണ്. ഏതെങ്കിലും നേതാവിന്റെ പേരെടുത്ത് പറയുകയോ പാർട്ടിയുടെ പേരെടുത്ത് പറയുകയോ ചെയ്യാതെ എന്നാൽ കൃത്യമായി CPIഎം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള CPIഎമ്മിലെ ഇത്തരം അപജയങ്ങൾക്കെതിരെ തിരുത്തൽ ശക്തിയായ CPI മാറണമെന്ന അവരുടെ പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എല്ലാ നേതൃയോഗങ്ങളിലും ഉയർന്നു വരുമ്പോൾ അത്തരമൊരു നിലപാടാണ് ഇവിടെ CPI സംസ്ഥാന സെക്രട്ടറി സ്വീകരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് ഇത് വഴിവെക്കുമെന്ന് ഉറപ്പാണ്. തിരുത്താൻ തയ്യാറാകണമെന്ന ആവശ്യമാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഏതായാലും CPIഎം അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാവുകയാണ്. ഒന്നിനു പുറകെ ഒന്നായ വിഷയങ്ങൾ. അത് കണ്ണൂരിൽ നേരത്തെയും ഇത്തരത്തിൽ ഗുണ്ടാ സംഘങ്ങളുമായും സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായും ഒക്കെ CPIഎമ്മിന്റെ പ്രാദേശിക നേതാക്കൾക്കുള്ള ബന്ധങ്ങളും യുവ നേതാക്കൾക്കുള്ള ബന്ധങ്ങളും ഒക്കെ പലപ്പോഴും ആരോപണങ്ങളായി പുറത്തു വന്നുവെങ്കിലും ഇപ്പോൾ അടുത്തിടെ വരെ CPIഎമ്മിന്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതാവ് തന്നെ അത് തുറന്നു പറയുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട P. ജയരാജനെ പോലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ പേരുകൾ കൂടി പരാമർശിക്കപ്പെടുമ്പോൾ അത് ചെറിയ ഒരു പ്രതിസന്ധിയല്ല CPIഎമ്മിന് ഉണ്ടാക്കുക. വരും ദിവസങ്ങളിലും CPIഎമ്മിന് മുൻപിൽ വലിയ തലവേദനയായി അത് മാറുമെന്ന് ഉറപ്പാണ്. വലിയ പ്രതിസന്ധിക്കിടയിലും മൗനം തുടരുകയാണ് CPM. P. ജയരാജനെതിരായ മനു തോമസിന്റെ ആരോപണങ്ങളിൽ മറുപടി പറയാനാകാതെ നിൽക്കുകയാണ്. കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിഷയം ചർച്ചയായെങ്കിലും സംസ്ഥാന കമ്മിറ്റി അംഗമായ P. ജയരാജനെ കുറിച്ചുള്ള ചർച്ചകൾ താഴെത്തട്ടിൽ നടത്തേണ്ടതില്ല എന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട്. MS അനീഷ് കുമാർ ചേരുന്ന വിവരങ്ങളുമായി. അനീഷ്, ഗുഡ് മോർണിംഗ്. ഈ താഴെത്തട്ടിൽ ജയരാജനെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തേണ്ടതില്ല എന്ന് പറയുന്നു. വലിയ പ്രതിരോധത്തിൽ നിൽക്കുമ്പോഴും ഒരു ജയരാജൻ എഫക്റ്റ് ഒക്കെ അവിടെ നിലനിൽക്കുന്നു എന്ന് വേണ്ട നമ്മൾ മനസ്സിലാക്കാൻ. തീർച്ചയായും അങ്ങനെ കരുതുമ്പോഴും ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇക്കാര്യം ചർച്ച വളരെ വിശദമായി തന്നെ നടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. P. ജയരാജൻ വളരെ പെട്ടെന്ന് കയറി ഈ മനു തോമസിന്റെ പരാമർശങ്ങളോട് പ്രതികരിക്കേണ്ടിയിരുന്നില്ല എന്നൊരു വികാരം ആ പാർട്ടിക്കുള്ളിൽ ഉയർന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം ഒരു കുറിപ്പാണ്, ഒരു പ്രസ്താവനയാണ് CPM കണ്ണൂർ ജില്ലയുടെ ഭാഗത്തു നിന്നും ഇറങ്ങിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ ആ പാർട്ടി അംഗത്വം പുതുക്കാത്തതിനെ തുടർന്ന് CPMൽ നിന്ന് ഒഴിവാക്കിയ മനു തോമസ് CPM നേതാക്കൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റായ പ്രചാര വേലകൾ അപലപനീയമാണെന്നും അത് ജനങ്ങൾ തള്ളിക്കളയണമെന്നും അതിന്റെ അന്തസ്സത്ത തിരിച്ചറിയണമെന്നുമാണ് CPM പറയുന്നത്. ആ സോഷ്യൽ മീഡിയയിലൂടെ ഭീഷണിയുടെ സ്വരത്തിൽ കൊട്ടേഷൻകാരായ ചിലർ നടത്തുന്ന പ്രതികരണങ്ങൾ പ്രതിഷേധാർഹവും സമൂഹം അംഗീകരിക്കാത്തതുമാണ്. നവമാധ്യമങ്ങളിലൂടെ നടത്തുന്ന ഇത്തരം പ്രതികരണങ്ങൾ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും പ്രചരിപ്പിക്കുന്നത് ന്യായീകരിക്കത്തക്കതല്ല. നവമാധ്യമങ്ങളിൽ പാർട്ടിയുടെ വക്താക്കളായി പ്രവർത്തിക്കാൻ കൊട്ടേഷൻ അംഗങ്ങളെ പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നും പ്രസ്താവനയിൽ പറയുന്നു. കാര്യം കൃത്യമാണ്. കാരണം ഈ മനു തോമസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ കമന്റ് ചെയ്ത് ആകാശ് തില്ലങ്കേരി അടക്കമുള്ളവർ അല്ലെങ്കിൽ അർജുൻ ആയങ്കി പോലുള്ള സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളിൽ ഭീഷണി നടത്തുന്ന അല്ലെങ്കിൽ കൊലവിളി നടത്തുന്നത് CPM ചുമതലപ്പെടുത്തിയിട്ടല്ല. അത്തരത്തിൽ നവമാധ്യമങ്ങളുടെ പ്രതികരണം നടത്താൻ ആരെയും പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നു. ഒപ്പം ഇത്തരം കാര്യങ്ങളെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും പാർട്ടി പ്രവർത്തകർ പ്രോത്സാഹിപ്പിക്കരുത് എന്നൊരു നിർദ്ദേശവും പാർട്ടി നൽകുകയാണ്. തീർച്ചയായിട്ടും ഈ P. ജയരാജനുമായുള്ള ഈ മനു തോമസിന്റെ സംഭാഷണം ആരംഭിച്ചപ്പോൾ മുതൽ പലയിടങ്ങളിൽ നിന്നും ഈ CPM ആണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ CPMന്റെ കീഴിൽ ഒരു കാലത്തുണ്ടായിരുന്നവർ ആണ് ഈ ഭീഷണിപ്പെടുത്തുന്നത്. അതിന് CPMുമായി ബന്ധമില്ല എന്ന് കൃത്യമായി തന്നെ പറയുകയാണ് ആ CPM ജില്ലാ ഘടകം നടത്തുന്നത്. അതായത് നേരിട്ടൊരു പ്രകോപനത്തിലേക്ക് ഇനി മനു തോമസിലേക്ക് പോകേണ്ടതില്ല പാർട്ടി, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ ആരും നേരിട്ട് അത്തരത്തിൽ പ്രചാരണങ്ങൾ ഏറ്റുപിടിക്കേണ്ടതില്ല. P. ജയരാജൻ അടക്കമുള്ള ആളുകൾ ഇനി ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടതില്ല എന്ന കൃത്യമായ സന്ദേശം തന്നെ നൽകുന്നു. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പാർട്ടി സംസ്ഥാന നേതൃത്വമാണ് ചർച്ചകൾ നടത്തേണ്ടത്. P. ജയരാജനും M. ഷാജനും തമ്മിലുള്ള ബന്ധപ്പെട്ടുള്ള വ്യാജ വാർത്തകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കുന്നുവെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇത്തരം പ്രചാരണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ്. ഇത്തരം പ്രചാരണങ്ങളിൽ കക്ഷി ചേരുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം പ്രചാരണങ്ങളിൽ കുടുങ്ങാതിരിക്കാൻ പാർട്ടി പ്രവർത്തകരും ബഹുജനങ്ങളും ശ്രദ്ധിക്കണമെന്ന് കൂടി പറയുന്നു. ഇത്രയും പ്രതികരണമാണ് CPMന്റെ
ഭാഗത്തു നിന്നും പുറത്തു വന്നത്. ഏതായാലും പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടായ കാര്യമാണ് ഈ മനു തോമസ് അംഗത്വം പുതുക്കാത്തതിനെ തുടർന്ന് പാർട്ടിയിൽ നിന്നും പുറത്തു പോവുകയും പിന്നീട് അതിനെ എതിരായ പി ജയരാജന്റെ പ്രസ്താവന എത്തുകയും പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ വ്യവസായ സമരങ്ങളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടതായി വരികയും ചെയ്തതെന്ന് മനു തോമസ് പറയുന്നു. എന്നാൽ സൂപ്പർ ജില്ലാ സെക്രട്ടറി ചമയനാണ് പി ജയരാജൻ ശ്രമിക്കുന്നത്. ക്വാറി മാഫിയകൾക്ക് വേണ്ടി മാത്രം ഒരു ഏരിയ സെക്രട്ടേറിയറ്റിനെ സൃഷ്ടിച്ചു തുടങ്ങി നടക്കുമുള്ള കൊട്ടേഷൻ മാഫിയകളുമായി പി ജയരാജന്റെ മകന് അടുത്ത ബന്ധമുണ്ട് എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. എന്നാൽ നിലവിൽ ഒരു മൗനം പാലിക്കാൻ ഒരു പ്രതിരോധത്തിലേക്ക് അതാണ് അനീഷ്, എവിടെ ചർച്ച ചെയ്യണം എന്നതടക്കമുള്ള കാര്യങ്ങൾ പാർട്ടിയുടെ തീരുമാനമാണ്, അത് നമുക്ക് മനസ്സിലാകും. പക്ഷേ പാർട്ടി ഒരു വലിയ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം നിൽക്കുന്ന ഒരു സാഹചര്യം, കരുവന്നൂരടക്കമുള്ള വിഷയങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യം, അത്തരത്തിൽ ഈ കണ്ണൂരിൽ ഈ വിഷയം കൂടി മനു തോമസിന്റെ വിവാദം കൂടി കത്തുമ്പോൾ അത് ആരോപണം മാത്രമായി കാണാനോ അതിനെ വലിയ ലാഘവത്തോടെ കാണാനോ പാർട്ടി ശ്രമിക്കില്ല ഈ ഘട്ടത്തിൽ എന്ന് വേണ്ട നമ്മൾ കരുതാൻ. തീർച്ചയായും രണ്ട് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. കാരണം കൃത്യമായി ആദ്യം തന്നെ പറയുന്നുണ്ട്, ഈ പാർട്ടി അംഗത്വം പുതുക്കാത്തതിനെ തുടർന്ന് CPM നിന്നും ഒഴിവായ മനു തോമസ് CPM നേതാക്കൾക്കെതിരെ നടത്തുന്ന തെറ്റായ പ്രചാര അപലപനമാണ് ഇത് തിരിച്ചറിയണമെന്ന്. അതായത് മനു തോമസിനെ ആ ഘട്ടത്തിലും ഈ ഒരു വലിയ ആക്രമണം നടത്തി തള്ളി പറയുന്നില്ല. കാരണം അംഗത്വം പുതുക്കാത്തതിനെ തുടർന്ന് സ്വയം പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ മനു തോമസ് എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. ആ മനു തോമസ് നടത്തുന്ന പ്രചാര വേലകൾ തെറ്റിദ്ധാരണ ജനകവും ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനുള്ളതുമാണ്, അതിൽ അപലപനീയമാണ് എന്നാണ് പറയുന്നത്. മറ്റൊന്ന്, രണ്ടാം ഭാഗത്ത് പറയുന്നത് കൃത്യമായും ഈ പി ജയരാജനും ഷാജനടക്കമുള്ള CPM നേതാക്കൾക്ക് ഇക്കാര്യത്തിൽ ഒരു പങ്കുമില്ല. മാഫിയ കൊട്ടേഷൻ നേതാക്കളുമായി തങ്ങളുടെ നേതാക്കൾ ബന്ധപ്പെടുത്തുന്നു എന്ന മാധ്യമ പ്രചാരണം അടിസ്ഥാനരഹിതമാണ് എന്നും പറയുന്നു. അത് കഴിഞ്ഞ് മൂന്നാം ഭാഗത്തിൽ നമുക്ക് പറയാം, അർജുൻ ആയങ്കി, ആകാശ് തില്ലങ്കേരി പോലുള്ള നവമാധ്യമങ്ങളിലൂടെ മനു തോമസിനെതിരെ കൊലവിളി പരാമർശങ്ങൾ നടത്തിയ ആളുകൾക്ക് പാർട്ടിയുമായി ബന്ധമില്ല, അത്തരം കാര്യങ്ങൾക്കായി പാർട്ടി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഇത്തരം ആളുകൾ നടത്തുന്ന പ്രചാരണങ്ങൾ പാർട്ടിയുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരോ വർഗ ബഹുജന സംഘടനയുടെ ആളുകളോ ഏറ്റെടുക്കേണ്ടതില്ല. അത്തരത്തിൽ കൃത്യമായ ഒരു ജാഗ്രത പുലർത്തണം. അതായത് ഒന്ന്, മനു തോമസിനെ കടന്നാക്രമിക്കാതെ മനു തോമസ് പാർട്ടിയിൽ നിന്നും സ്വയം പുറത്തുപോയതാണെന്ന് പറയുക. രണ്ട്, CPMന്റെ നേതാക്കൾക്ക് ഈ കൊട്ടേഷൻ മാഫിയ സംഘങ്ങളുമായി ഒരു ബന്ധമില്ലെന്ന് അറിയിക്കുക. മൂന്ന്, നവമാധ്യമങ്ങളിലൂടെ നടത്തുന്ന പ്രസ്താവനകൾ പാർട്ടിയുടേതല്ല. അത്തരം പ്രസ്താവനകളെ ഇനി ഒരു തരത്തിലേക്കും ഷെയറും ചെയ്ത് പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. തീർച്ചയായും ഈ മനു തോമസ് വിഷയം ഈ ഘട്ടത്തിൽ തന്നെ അവസാനിപ്പിക്കണമെന്ന ആഗ്രഹമാണ് CPMനുള്ളത്. അതുകൊണ്ട് ഒരു ഒത്തുതീർപ്പിന്റെ ഭാഷയാണ് CPM മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കൂടുതൽ കടന്നാക്രമിച്ചിനി പാർട്ടി പ്രവർത്തകരും അണികളും നേതാക്കളും ഒന്നും ഇവർക്കെതിരെ തിരിയേണ്ടതില്ല എന്ന കൃത്യമായ സന്ദേശവും നൽകുകയാണ്. ശരി, MS അനീഷ് കുമാറാണ് വിശദവിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലും വിമർശനം ഉയർന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ശൈലി തിരുത്തണമെന്നാണ് ചർച്ചയിൽ കമ്മിറ്റി അംഗങ്ങൾ ആവശ്യപ്പെട്ടത്. ധനകാര്യമന്ത്രിക്കെതിരെയും രൂക്ഷ വിമർശനമുണ്ടായി. തുടക്കത്തിൽ പിന്തുണ നൽകിയ വെള്ളാപ്പള്ളി പിന്നീട് നിലപാട് മാറ്റേണ്ടി വന്നതിന് പിന്നിൽ ED ഉപയോഗിച്ചുള്ള സമ്മർദ്ദമാണെന്ന് തന്നോട് തുറന്നു പറഞ്ഞതായി AM ആരിഫ് പറഞ്ഞു. വെള്ളാപ്പള്ളിയെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ആരിഫും കമ്മിറ്റിയിൽ സ്വീകരിച്ചത്. ഭരണവിരുദ്ധ വികാരവും മുഖ്യമന്ത്രിയുടെ ശൈലിയും മന്ത്രിമാരുടെ പിടിപ്പുകേടുമാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണമെന്ന വിമർശനമാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നത്. മുഖ്യമന്ത്രിയുടെ ശൈലിയിൽ തിരുത്തലുണ്ടായേ മതിയാകൂ. വിവിധ വകുപ്പുകൾക്കെതിരെ വിമർശനമുയർന്നെങ്കിലും രൂക്ഷ വിമർശനം നേരിടേണ്ടി വന്നത് ധനകാര്യ വകുപ്പിനാണ്. ക്ഷേമ പെൻഷൻ അടക്കം നൽകാൻ കഴിയാതെ വന്നത് വകുപ്പ് മന്ത്രിയുടെ കഴിവുകേടാണെന്ന ആക്ഷേപം ചർച്ചയിൽ ഉയർന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ വിമർശനവും പിന്തുണയും കമ്മിറ്റിയിലുണ്ടായി. LDF സ്ഥാനാർത്ഥി കൂടിയായിരുന്ന AM ആരിഫ് വെള്ളാപ്പള്ളിയെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് കമ്മിറ്റിയിൽ സ്വീകരിച്ചത്. വെള്ളാപ്പള്ളി മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തെ സഹായിച്ചിട്ടുള്ള ആളാണ്. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ കണ്ടപ്പോഴും പിന്തുണ ഉണ്ടാകുമെന്ന് അറിയിച്ചതിനൊപ്പം ശോഭാ സുരേന്ദ്രനെ വിമർശിക്കുകയും ചെയ്തിരുന്നു. രണ്ടാം തവണ കണ്ടപ്പോൾ ED ഉപയോഗിച്ചുള്ള കേന്ദ്ര സമ്മർദ്ദം തനിക്കുമേലുണ്ടെന്ന് വെള്ളാപ്പള്ളി തുറന്നു പറഞ്ഞതായി ആരിഫ് പറഞ്ഞു. കായംകുളത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജില്ലാ നേതൃത്വം പരാജയപ്പെട്ടെന്നും വിമർശനം വന്നു. G സുധാകരനെതിരെ സെക്രട്ടേറിയറ്റിൽ വിമർശനമുണ്ടായെന്ന മാധ്യമത്തിൽ വന്ന തെറ്റായ വാർത്തയ്ക്ക് പിന്നിൽ ബോധപൂർവമായ ഇടപെടൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ നടന്നിട്ടുണ്ടെന്ന് ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട് സജി ചെറിയാൻ പറഞ്ഞു. കുട്ടനാട്ടിലെ സംഘടനാ പ്രശ്നം പരിഹരിക്കുന്നതിൽ ജില്ലാ സെക്രട്ടറിയുടെ ഇടപെടൽ ഫലം കണ്ടില്ലെന്ന കുറ്റപ്പെടുത്തലും കമ്മിറ്റിയിലുണ്ടായി. ശരണ്യ സ്നേഹജൻ, News 18, ആലപ്പുഴ.
ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് ഇന്ന് കൊച്ചിയിൽ നടക്കും. ജനറൽ ബോഡി യോഗത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോഹൻലാലും ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണി മുകുന്ദനും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഡാനി പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, ഗുഡ് മോർണിംഗ്. അമ്മ പ്രസിഡന്റ് സ്ഥാനത്ത് മോഹൻലാൽ തന്നെ തുടരുമെന്ന് അറിയുന്നു. ട്രഷററും ഉണ്ണി മുകുന്ദനാണെന്ന് അറിഞ്ഞു. ഇനി നമുക്ക് അറിയേണ്ടതും ആകാംക്ഷയുള്ളതും ജനറൽ സെക്രട്ടറി ആര് എന്നുള്ളതാണ്. ഇടവേള ബാബു ഒഴിയുന്ന സ്ഥാനത്തേക്ക് ആര് വരും എന്നുള്ളതാണ്. ആരൊക്കെയാണ് നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുന്നത്? സാധ്യതകൾ എങ്ങനെയാണ്? അശ്വതി, ഗുഡ് മോർണിംഗ്. ജനറൽ ബോഡി യോഗം കൊച്ചിയിൽ ചേരുകയാണ്. ഇവിടെ കൺവെൻഷൻ സെൻറ്ററിൽ, കൊച്ചിയിലെ കലൂരിലുള്ള ഒരു കൺവെൻഷൻ സെൻറ്ററിലാണ് യോഗം ചേരുന്നത്. 10 മണിയോടുകൂടി യോഗ നടപടികൾ ആരംഭിക്കും. അതിനുശേഷം പിന്നീട് ഔപചാരികതകൾക്ക് ശേഷം പിന്നീട് തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിലെല്ലാം കടക്കും. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇടവേള ബാബു ഇതിൽ നിന്ന് ഈ സ്ഥാനത്ത് നിന്ന് ഒഴിയുന്നു എന്നതാണ്. കാരണം കഴിഞ്ഞ കുറേ അധികം നാളെ, ഏതാണ്ട് 25 വർഷത്തോളമായി അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു അങ്ങനെ തന്നെയാണ്. ഇടവേളകളില്ലാതെ അദ്ദേഹം ഈ സ്ഥാനത്ത് തുടരുകയായിരുന്നു എന്നതാണ്. അദ്ദേഹം തന്നെ പറഞ്ഞത്, ഞാനതൊരു ഇടവേള എടുക്കുന്നു എന്ന രീതിയിലാണ് അത് പറയുകയും ചെയ്തത്. എന്തായാലും ആ സ്ഥാനത്തേക്ക് മത്സരം നടക്കുന്നു എന്നതാണ്. സ്ഥാനത്തേക്ക് മാത്രമല്ല, ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മാത്രമല്ല, വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കും എല്ലാം തന്നെ മത്സരം നടക്കുന്നു. 3ാം തവണയും എതിരില്ലാതെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് മോഹൻലാൽ അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ചാണ്, അതായത് എല്ലാ സ്ഥാനങ്ങളിലേക്കും മത്സരം നടക്കട്ടെ, മത്സരിച്ച് തന്നെ ഈ അംഗങ്ങൾക്കിടയിൽ തന്നെ അങ്ങനെ ഒരു രീതിയിലേക്ക് വന്ന ആളുകൾ തെരഞ്ഞെടുപ്പ് രംഗത്തിലൂടെ തന്നെ ഇതിൻ്റെ ഒരു നേതൃസ്ഥാനത്തേക്ക് വരട്ടെ എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യമായ രീതിയിൽ തന്നെ മത്സരം ഉണ്ടാകുന്നത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നടൻ സിദ്ദിഖ്, അതോടൊപ്പം തന്നെ കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാൽ തുടങ്ങിയവരെ ഈ മത്സരരംഗത്തുണ്ട്. അതിൽ സിദ്ദിഖിന് പലരും മുൻതൂക്കം നൽകുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിബന്ധങ്ങളും അടുപ്പങ്ങളും എല്ലാം തന്നെയും കഴിഞ്ഞ കുറേ നാളുകളായി സംഘടനയ്ക്കകത്ത് അദ്ദേഹം നന്നായ രീതിയിൽ തന്നെ എല്ലാവരുമായിട്ടുള്ളൊരു മികച്ച സൗഹൃദം ഇതെല്ലാം തന്നെയുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് വളരെ സജീവമായിട്ട് തന്നെ പരിഗണിക്കപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് ആ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രികകളുണ്ടാകും 3 പേര്. അതിനുശേഷം മത്സരം നടക്കുമെന്ന് അറിയുന്നു. പിന്നീട് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നത് 2 പേര് മത്സരരംഗത്തുണ്ട്. ബാബുരാജും അനൂപ് ചന്ദ്രനും മത്സരരംഗത്ത് വരുമ്പോൾ വൈസ് പ്രസിഡന്റ് 2 സ്ഥാനങ്ങളുണ്ട്. വൈസ് പ്രസിഡന്റായിട്ട് ഇവിടേക്ക് മഞ്ജു പിള്ളയും അതോടൊപ്പം തന്നെ ജഗദീഷും ജയൻ ചേർത്തലയും ആണ് 3 പേരാണ് ഇവിടെ മത്സരിക്കുന്നത്. 11 അംഗ എക്സിക്യൂട്ടീവിലേക്ക് 12 പേര് മത്സരരംഗത്തുണ്ട്. വനിതാ താരങ്ങൾ ഉൾപ്പെടെ മത്സരരംഗത്തുണ്ട്. അമ്മയുടെ നിയമാവലി അനുസരിച്ചുകൊണ്ട് ഈ സംഘടനയുടെ ചുമതലകളിൽ അതിൻ്റെ ഔദ്യോഗിക തലങ്ങളിൽ വനിതകൾക്ക് പ്രാതിനിധ്യം വേണമെന്ന് നിർദ്ദേശിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വനിതകളും മത്സരരംഗത്ത് തന്നെ സജീവമാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രഖ്യാപനവും കാര്യങ്ങളെല്ലാം തന്നെ വൈകിട്ടാണ്. ഔപചാരികമായ രീതിയിൽ തന്നെ ഇതൊരു വാർത്താ സമ്മേളനം നടത്തി വിശദീകരിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളെ അങ്ങനെയൊന്നുമില്ല, വാർത്താക്കുറിപ്പാണ് നൽകുന്നത്. ഒരുപക്ഷെ അത്തരം വാർത്താക്കുറിപ്പ് മാത്രമായിരിക്കും ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ചുള്ളൊരു അറിയിപ്പ് ആണ് ഉണ്ടാവുക എന്നുള്ളൊരു സൂചനകളുണ്ട്. 10 മണിയോടുകൂടിയാണ് ഇതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ജനറൽ ബോഡി യോഗങ്ങളടക്കം ആരംഭിക്കുക. ശരി ഡാനി, എന്തായാലും അമ്മ ഭാരവാഹികളെ, പുതിയ ഭാരവാഹികളെ വൈകുന്നേരത്തോടെ അറിയാൻ സാധിക്കും. മോഹൻലാൽ തുടരും, ഒപ്പം ഉണ്ണി മുകുന്ദൻ ട്രഷററായും ചുമതലയേൽക്കും. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. മഴയിൽ മുങ്ങി ഉത്തരേന്ത്യ. ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ പ്രളയ സാഹചര്യമാണ്. സുഖി നദി കരകവിഞ്ഞു. നിരവധി വാഹനങ്ങൾ ഒലിച്ചുപോയി. ഡൽഹി ഉൾപ്പെടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും ER രാകേഷ് ചേരുന്നു. രാകേഷ്, ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? എവിടെയൊക്കെയാണ് ഏറ്റവും അധികം ദുരിതമുള്ളത് ഉത്തരേന്ത്യയിൽ?
അശ്വതി, 3 ദിവസം മുമ്പ് വരെ കനത്ത ചൂടായിരുന്നു ഉത്തരേന്ത്യയിലെങ്കിൽ ഇപ്പോൾ അതല്ല സാഹചര്യം. കനത്ത മഴ പെയ്യുന്നു എന്ന് മാത്രവുമല്ല, പ്രളയ സമാന സാഹചര്യം പലയിടത്തും ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്, ഡൽഹിയിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. പക്ഷേ ഇപ്പോൾ ഏറ്റവും ദുരിത സാഹചര്യമുള്ളത് ഉത്തരാഖണ്ഡിലാണ്, പ്രത്യേകിച്ച് ഹരിദ്വാറിലാണ്. അതായത് ഹരിദ്വാറിൽ സുഗി നദി കരകവിഞ്ഞു ഒഴുകുകയാണ്. കാരണം ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഇതേ തുടർന്ന് സുഗി നദി കരകവിഞ്ഞൊഴുകുന്നു. ഇത് ഗംഗയുടെ കൈവഴിയാണ്. കരകവിഞ്ഞ് ഒഴുകിയതിനെ തുടർന്ന് നിരവധി വാഹനങ്ങൾ ഒലിച്ചു പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സമാനമായ സാഹചര്യം, മഴ ഇപ്പോൾ എങ്ങനെ പെയ്യുന്നോ അതിന് സമാനമായ സാഹചര്യം അടുത്ത 3 ദിവസം കൂടി തുടരും എന്നൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. അതായത് ഉത്തരാഖണ്ഡിൽ ഓറഞ്ച് അലർട്ടാണ്. ഒപ്പം ഡൽഹിയിൽ സമാനമായ രീതിയിൽ അടുത്ത 3 ദിവസം കൂടി ശക്തമായ മഴ ലഭിക്കും എന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ്. ഡൽഹിയിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ UP-യിലടക്കം തീവ്രമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പാണ് ഏതായാലും കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം നൽകുകയും ചെയ്യുന്നത്. അശ്വതി. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. വലിയ ദുരിതമാണ് ഉത്തരേന്ത്യയിലുള്ളത്. സംസ്ഥാനത്ത് ഇന്ന് 3 ജില്ലകളിൽ ശക്തമായ മഴയുണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. കേരള തീരത്ത് രാത്രി 11:30 വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്ത് ഇന്ന് 3ാം തവണ പ്രധാനമന്ത്രിയായ ശേഷമുള്ള ആദ്യ മൻ കി ബാത്താണിത്. ഡൽഹിയിലെ വിവിധ സ്ഥലങ്ങളിൽ മന്ത്രിമാരും BJP നേതാക്കളും മൻ കി ബാത്ത് കേൾക്കും. BJP അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ JP നദ്ദ RK പുരത്തെ കർണാടക സംഘ ഓഡിറ്റോറിയത്തിലാണ് മൻ കി ബാത്ത് കേൾക്കുക. മോർണിംഗ് വൈബ്സിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നിരവധി വാർത്തകളുള്ള ഒരു ദിവസമാണ്. ഞായറാഴ്ചയാണെങ്കിലും നിരവധി വാർത്തകളുണ്ട്. ഒരുപാട് പേര് എഴുന്നേറ്റിട്ടുണ്ടാകില്ല. ഇന്നലെ ക്രിക്കറ്റ് ആ ആവേശം, ആ ജയത്തിന്റെ സന്തോഷത്തിലൊക്കെ കിടന്നുറങ്ങിയവരൊക്കെ ഇനി എഴുന്നേറ്റ് വരുന്നതേ ഉണ്ടാവുകയുള്ളൂ. എന്തായാലും അവർക്കൊക്കെയായി വരും മണിക്കൂറുകളിലും സമ്പന്നമായൊരു വാർത്താ ദിനം ന്യൂസ് 18 പ്രേക്ഷകർക്കായി കാത്തുവെക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. നമസ്കാരം. സ്വന്തമാക്കി